الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، فيا عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم رب زدنا علما نافعا. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ചും രഹസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു തആല അവൻ്റെ മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളുമായ അടിമകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം തജ്വീദുമായി ബന്ധപ്പെട്ട ഒരു മൻദൂമയാണ്. തജ്വീദിൻ്റെ വിഷയത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ അങ്ങേയറ്റം പരിചരണം നൽകിയ കിതാബ്, അഥവാ ആ മൻദൂമയെ ശർഹ് ചെയ്തത് ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ആ മൻദൂമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമലുകൾ പണ്ഡിതന്മാർക്കിടയിൽ നടന്നിട്ടുണ്ട്. ഇത് രചിച്ച പണ്ഡിതനാവട്ടെ തജ്വീദിൽ അറിയപ്പെട്ട ഖിറാഅത്തിന്റെ വിഷയത്തിൽ അഗ്രഗണ്യനായ പണ്ഡിതൻ, മഹാനായ മുഹമ്മദ് ബിൻ അലി ബിൻ യൂസുഫ് അൽ ജസരി അദ്ദിമഷ്കി അഷാഫിഈ. ഹിജറ 833 മരണപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം. ഹിജറ 833. അദ്ദേഹം ഈ കിതാബിന് ഒരു പ്രത്യേക പേര് കൊടുത്തിട്ടില്ല. കിതാബിന് പ്രത്യേക പേരെന്താക്കിയിട്ടില്ല, കൊടുത്തിട്ടില്ല. മൂപ്പര് കവിതയിൽ എന്ത് കൊണ്ടുവന്നു? ഇത് ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളൊരു മുഖദ്ദിമയാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മുഖദ്ദിമത്ത് ഇബ്നുൽ ജസരി, ഇബ്നുൽ ജസരിയുടെ മുഖദ്ദിമ എന്ന പേരിൽ ഈ കിതാബ് അറിയപ്പെട്ടു. മറ്റു പലർ അൽ മൻദൂമത്തുൽ ജസരിയ, അൽ ജസരിയ എന്ന പേരിൽ തന്നെ ഈ കിതാബിനെ വിളിച്ചു. അങ്ങനെയാണ് അൽ ജസരിയ എന്ന പേര് വന്നത്. ഇത് പണ്ഡിതന്മാർക്കിടയിലും തുല്ലാബ് ഇൽമുകൾക്കിടയിലും വളരെ പ്രസിദ്ധമാണ്. തജ്വീദിൻ്റെ വിഷയത്തിൽ ഒരു ചെറിയ കുട്ടി തജ്വീദ് പഠിച്ചു തുടങ്ങുമ്പം ആദ്യം തുഹ്ഫ, പിന്നെ ജസരിയ, ഒരു സമന്നൂദിയ എന്നിട്ടൊരു കിതാബുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഖിറാഅത്തിലേക്ക് കടക്കലായി. ഈ 3 അല്ലെങ്കിൽ ഈ 2 കിതാബ് കഴിഞ്ഞാൽ പിന്നെ ഖിറാഅത്തിലേക്ക് കടക്കലായി. അപ്പോൾ തജ്വീദിൻ്റെ വളരെ ബാലപാഠം പഠിക്കാനുള്ള കിതാബുകളാണ് തുഹ്ഫയും ജസരിയയും ഒക്കെ. ജസരിയയിൽ നമ്മൾ തുടക്കക്കാർ പഠിക്കേണ്ടതല്ലാത്ത വിഷയങ്ങളും ഉണ്ട്. തുഹ്ഫയിലില്ലാത്ത ജസരിയയിൽ കൂടുതലുള്ള ചില വിഷയങ്ങൾ ഉണ്ട്. അത് നമുക്ക് തുടക്കക്കാരെന്നോണം നമ്മൾ എന്താക്കേണ്ട കാര്യമില്ല, അത് ഗഹനമായി പഠിക്കണമെന്നില്ല. പക്ഷേ ഒരു ഖുർആൻ ഓതുന്നൊരു വ്യക്തി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, അത് അറിഞ്ഞിട്ടില്ല എങ്കിൽ ഖുർആൻ പാരായണത്തിൽ തെറ്റ് വരാകുന്ന വിഷയങ്ങൾ ജസരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കൽ എന്താണ്, നിർബന്ധമാണ്. ഏതൊരു ഫന്ന് നമ്മൾ പഠിക്കുമ്പോൾ 10 കാര്യങ്ങൾ ഒരു ഫന്നിനെ പറ്റി നമ്മൾ അറിയണം. ഫന്ന് എന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ ട്രാൻസ്ലേഷൻ ആർട്ട് എന്നുള്ളതാണ് ഫന്ന്. പക്ഷേ പണ്ഡിതന്മാരുടെ ഇസ്തിലാഹിൽ ഫന്ന് എന്ന് പറയുമ്പോൾ ഒരു വിഷയം, അഥവാ തജ്വീദ് ഒരു ഫന്നാണ്, ഫിഖ്ഹ് വേറൊരു ഫന്നാണ്, നഹ്വ് സർഫ് വേറൊരു ഫന്നാണ്, മനസ്സിലായോ? ഹദീസ് ഒരു ഫന്നാണ്. അപ്പോൾ അങ്ങനെ ഓരോ മേഖല. അപ്പോൾ തജ്വീദിൻ്റെ മേഖല പഠിക്കുമ്പോൾ ഏത് മേഖലകൾക്കും 10 കാര്യങ്ങളുണ്ട്. സാധാരണ പണ്ഡിതന്മാർ പറയും അൽ മബാദിഉ അൽ അശറ എന്നാണ് അതിൻ്റെ പേര്. ഇന്ന മബാദി കുല്ലി ഇൽമിൻ അശറ, എല്ലാ ഇൽമിനും ഈ ഒരു 10 കാര്യങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാണത്? അൽ ഹദ്ദു വൽ മൗദൂഉ സുമ്മ സമറ വഫദ്ലുഹു വനിസ്ബത്തുൻ വൽ വാദിഅ വലിസ്മു വലിസ്തിംബാതു ഹുക്മു ശാരിഅ മസായിലു വൽ ബഅദു ബിൽ ബഅദി ഇക്തഫാ വമൻ ദറൽ ജമീഅ ഹാസ ശറഫ. അഥവാ ഒന്നാമത്തത് അൽ ഹദ്ദു, എന്താണ് ഈ വിഷയം? ഹദ് എന്ന താരീഫ്,
ആ വിഷയം എന്താണ് എന്നറിയാൻ. അപ്പൊ ഒന്നാമതായി തജ്വീദ് എന്താണ്? തജ്വീദ് ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. അക്ഷരങ്ങളെ അതിൻ്റെ മഖ്റജിൽ നിന്ന് കൊണ്ടുവരിക, അക്ഷരങ്ങൾക്ക് കൊടുക്കാനുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക, ഖുർആനിൻ്റെ വഖഫുകളും ഇബ്തിദാകളും പഠിക്കുക. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വറത്തിൽ ഖുർആന തർത്തീല എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് തർത്തീൽ എന്താണെന്ന് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് തജ്വീദുൽ ഹുറൂഫ് വ മഅരിഫത്തുൽ വുഖൂഫ്. ഹർഫുകളെ തജ്വീദോട് കൂടി ഉച്ചരിക്കാൻ പഠിക്കണം, അഥവാ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ പഠിക്കണം. വ മഅരിഫത്തുൽ വുഖൂഫ്, വഖഫുകൾ എവിടെയാണെന്ന് പഠിക്കണം. ഖുർആൻ ഓതുന്നതിൻ്റെ ഇടയ്ക്കുള്ള വഖഫുകൾ എവിടെയാണ് പഠിക്കണം. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. വഖഫുൽ ഇബ്തിദാ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ ഇതാണ് ഹദ്. സാധാരണ നമ്മൾ പറയും ഇഅ്താഉൽ ഹുറൂഫി, ഹർഫുകൾക്ക് നൽകലാണ്, ഹഖ്ഖഹ വ മുസ്തഹഖഹ, ഹർഫിനുള്ള ഹക്കുകളും മുസ്തഹക്കുകളും നൽകലാണ് തജ്വീദ് എന്ന് പറയും. ഹക്ക് എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട വിശേഷണങ്ങൾ, ഒരക്ഷരത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കുന്ന വിശേഷണങ്ങൾ എന്താന്നുള്ളത് നമ്മൾ വിശേഷം പഠിക്കും, അഥവാ അതിൻ്റെ സിഫാത്തുകൾ. വ മുസ്തഹഖഹ, മുസ്തഹക്ക് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഉണ്ടാവൂല, എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് കയറി വരും. ഏതുപോലെ? മദ് പോലെ, ഗുന്ന പോലെ, തർക്കീക്ക് തഫ്ഖീം പോലെ. ഇതൊക്കെ എന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഈ ചെറിയൊരു സമയത്ത് നമുക്ക് വിശദീകരിക്കണം. അങ്ങനെയുള്ള സ്ഥിരമില്ലാത്ത എന്നാൽ ചില സന്ദർഭങ്ങൾക്കനുസരിച്ച് മാറി മാറി വരുന്ന, അപ്പൊ ഹക്കും മുസ്തഹക്കും ഓരോ ഹർഫിനും കൊടുക്കുക എന്നുള്ളതാണ് തജ്വീദ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നു. അപ്പൊ ഈ തജ്വീദ് എന്ന ഫന്നിന്റെ അൽ ഹദ്ദു നമ്മൾ പഠിച്ചു. ഹദ് എന്ന് വെച്ചാൽ താരീഫ്, എന്താണ് ആ സംഭവം. അപ്പൊ ഇതാണ് അക്ഷരങ്ങളെ മഖ്റജ് പഠിക്കുക, അതിന്റെ ഹക്കും മുസ്തഹക്കും കൊടുക്കാൻ പഠിക്കുക, വുഖൂഫുകളും പഠിക്കുക. ഖലാസ്, ഹദ് കഴിഞ്ഞു. സുമ്മ അൽ മൗദൂഉ, എന്താണ് വിഷയം, ഇത് എവിടെയാണ് ഇത് പഠിച്ചിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? അതെവിടെയാണ്? അൽ കലിമാത്ത് അൽ ഖുർആനിയ, ഖുർആന്റെ കലിമത്തുകളിലാണ് എന്ത് വരിക? തജ്വീദിന്റെ വിഷയം വരിക. സംസാരത്തിൽ ഇപ്പോൾ ഒരാള് യാ അയ്യുഹന്നാസ് വിളിക്കുമ്പോൾ യാ അയ്യുഹന്നാസ് ഇല്ല, കാരണം തജ്വീദിന്റെ വിഷയം വരുന്ന എവിടെയാണ്? അൽ കലിമാത്ത് അൽ ഖുർആനിയ, ഖുർആന്റെ കലിമത്ത്. അൽ ഹദ്ദു വൽ മൗദൂഉ സുമ്മ സമറ, എന്താണ് സമറത്ത്? ഇത് പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ഫലം. സമറത്ത് എന്ന് വെച്ചാൽ ഫലം. പഠിച്ചാൽ കിട്ടുന്ന ഫലം എന്താണ്? സൗനുൽ ലിസാൻ അനിൽ ഖതഇ ഫീ കലാമില്ലാഹി തആല. സൗനുൽ ലിസാൻ, നാവിനെ സംരക്ഷിക്കുക. എന്തിൽ നിന്ന്? അനിൽ ഖതഇ ഫീ കലാമില്ലാഹി തആല, അല്ലാഹുവിന്റെ കലാമിൽ തെറ്റ് വരുന്നതിൽ നിന്നും നാവിനെ സംരക്ഷിക്കുക. ഇതാണ് തജ്വീദ് പഠിച്ചാൽ കിട്ടുന്ന സമറത്ത്, ഫലം. അത് വലിയ ഫലമാണ്. ആ ഫലം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മോട് സംസാരിച്ച സംസാരത്തെ പറ്റി നമുക്ക് അറിയില്ല എന്നർത്ഥം. ആ ഫലം കിട്ടിയേ പറ്റും. ഈ ഫലം കിട്ടാതാവുന്നത് രണ്ട് രീതിയിലാണ്. അഥവാ തെറ്റില്ലാതിക്കുക എന്നുള്ളതാണല്ലോ ഫലം. തെറ്റുണ്ടാവുന്നത് രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് ലഹ്നുൻ ജലിയ്, രണ്ട് ലഹ്നുൻ ഖഫിയ്. ലഹ്ന് എന്ന് പറഞ്ഞാൽ തെറ്റ്, ലഹ്ന് എന്ന് പറഞ്ഞാൽ തെറ്റ്. ഒന്ന് ജലിയ്, ജലി എന്ന് വെച്ചാൽ ബാഹ്യമായത്, പ്രകടമായത് എന്നർത്ഥം. അത് എല്ലാവർക്കും കേട്ടാൽ മനസ്സിലാവും. അറബി അറിയുന്ന, ഖുർആൻ ഓതാൻ അറിയുന്ന എല്ലാവർക്കും ഈ തെറ്റ് കേട്ടാൽ മനസ്സിലാവും. ഏതുപോലെ? അക്ഷരങ്ങൾ മാറുന്നത് പോലെ. അഥവാ ഖലഖ എന്ന് ഓതേണ്ട അടുത്ത് ഹലക എന്ന് ഓതുക, അക്ഷരങ്ങൾ മാറുക. ഇത് വലിയ തെറ്റാണ്, പാടില്ലാത്തതാണ്. കാരണം അർത്ഥം മാറും. ഇത് ലഹ്നു ജലി, ഇതുണ്ടാവാൻ പാടില്ല. രണ്ടാമത്തേത് ലഹ്നുൻ ഖഫിയ്. ലഹ്നുൻ ഖഫിയ് എന്ന് വെച്ചാൽ ഗോപ്യമായത്, മറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും വ്യക്തമാവില്ല. എന്തുകൊണ്ടാണ് ഖഫിയ് എന്ന് പേര് വരാൻ കാരണം? കാരണം ഇതിൽ മുതഖസ്സിസായ ആളുകൾക്ക്, അഥവാ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾക്ക് ഇത് തെറ്റാണെന്ന് മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും എന്തായിക്കൊള്ളുന്നില്ല, തെറ്റാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഖുർആനിൽ വരുന്ന തെറ്റുകളിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളതാണ് തജ്വീദ് പഠിച്ചാൽ കിട്ടുന്ന നേട്ടം. ഖുർആനിൽ വരുന്ന തെറ്റുകൾ രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് ലഹ്ന് ജലി ഉണ്ടാവും, ലഹ്ന് ഖഫി ഉണ്ടാവും. ലഹ്ന് ജലി ഉണ്ടാവാൻ പാടില്ല. അതുണ്ടായാൽ അത് അങ്ങനെ ഖുർആൻ ഓതിയ ആൾ പാപിയാവും. ഇബ്നുൽ ജസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ അഖ്ദു ബിത്തജ്വീദി ഹത്മുൻ ലാസിമു, ഇതെടുക്കൽ നിർബന്ധാണ്, പഠിക്കൽ നിർബന്ധാണ്. മൻ ലം യുസഹ്ഹിഹിൽ ഖുർആന ആസിമു,
മല്ലം യുസഹിഹിൽ ഖുർആൻ, ഖുർആൻ ശരിയായി ഓതിയില്ല എങ്കിൽ അവൻ എന്താണ്? ആസിമു, പാപിയാണ്. കാരണം ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസല വഹകദ മിൻഹു ഇലൈനാ വസല. കാരണം ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസല, ഈ തജ്വീദോട് കൂടിയാണ് ഖുർആൻ അള്ളാഹു എന്താക്കിയത്? അവതരിപ്പിച്ചത്. വഹാക്കദ, അതേപോലെ തന്നെയാണ് മിൻഹു ഇലൈനാ വസല, നമ്മിലേക്ക് ഈ ഖുർആൻ എത്തിയതും. മഹാനായ ഇമാം നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ല സിൽസിലത്ത് സ്വഹീഹയിൽ കൊണ്ടുവരുന്നൊരു സംഭവം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ ഖുർആൻ ഓതി. സൂറത്തു തൗബയിലെ ഇന്നമസ് സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ എന്നുള്ള ആയത്താണ് അയാൾ ഓതിയത്, ഞാനിപ്പോൾ ഓതിയ പോലെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഹക്കദ അഖ്റഅനിഹാ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് എനിക്ക് ഇങ്ങനെയല്ല ഓതി തന്നത്. അപ്പോ വന്നാൾ ചോദിച്ചു, ഫകൈഫ അഖ്റഅകഹ, പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് ഓതി തന്നത്? അപ്പൊ ഇബ്നു മസ്ഊദ് ഓതി കൊടുത്തു, ഇന്നമസ് സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ ഫമദ്ദഹാ. പണ്ഡിതന്മാർ സ്വീകരിച്ചു ഫമദ്ദഹ, ഫുഖറാഇനെ നീട്ടി ഓതി. ശരിക്കും സംസാരത്തിൽ ഫുഖറാഇനെ നീട്ടണോ? ഞാൻ ഫക്കീറാന്ന് അല്ലെങ്കിൽ ഇവര് ഫുഖറാക്കളാണ്, ഹൗലായി ഫുഖറാ എന്ന് പറയണോ? വേണ്ട, ഹൗലായി ഫുഖറാ. പക്ഷെ ഖുർആൻ ഓതുമ്പോൾ എന്തല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പം ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസല വഹകദ മിൻഹു ഇലൈനാ വസല, ഇങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയത്. അപ്പൊ അങ്ങനെ തന്നെ ഓതണം. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, വറത്തിലിൽ ഖുർആന തർത്തീല, തർത്തീൽ ചെയ്യണം എന്ന് അള്ളാഹുവിന്റെ കൽപ്പന. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്ന മൻ ലം യതഗന്ന ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ഗിനാ, നല്ല ഈണത്തിൽ ഖുർആൻ ഓതാത്ത നമ്മൾപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പെട്ടവൻ മില്ലത്തിന് പുറത്താവില്ല, പക്ഷെ സ്ഥാനം കുറവ്. അപ്പോൾ ഇത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം പിന്നെ അങ്ങനെ തന്നെ ഓതണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ആ ആയത്ത് കേട്ട് വിട്ടാൽ മതി, വിഷയമൊന്നുമില്ല. അർത്ഥം മാറിയോ? ഫുഖറാ എന്ന് ഓതാതെ ഫുഖറാ എന്ന് ഓതി അർത്ഥം മാറിയോ? ഇല്ല. പക്ഷെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഇങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത്, അതുകൊണ്ട് ഇങ്ങനെ ഓതാം. അപ്പൊ തജ്വീദ് പഠനം വളരെ നിർബന്ധമാണ്. അപ്പൊ ലഹ്ന് രണ്ട് കോലത്തിൽ, ഒന്ന് ലഹ്ന് ജലിയ്, അത് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അത് ഒന്ന് ഹർഫ് മാറുക, അക്ഷരങ്ങൾ മാറുക. രണ്ടാമത്തത് ഹറക്കത്ത് മാറുക, ഖുർആനിലില്ലാത്ത ഹർക്കത്ത് ഓതുക. അതായത് പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം, ഇഷ്ടം പോലെ ആളുകൾ ഖുർആൻ ഓതുന്ന ആളുകൾ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്ന് ഓതുക. പക്ഷെ ഖുർആനിൽ എന്താ ഉള്ളത്? റഹ്മാനിർ റഹീം. അപ്പൊ അതെന്താണ്? ലഹ്ന് ജലിയാണ്. അങ്ങനെ ഓതുന്ന ആള് ആസിമു, പാപിയാണ്, കുറ്റത്തിന് പിന്നെ ശിക്ഷക്ക് അർഹനാവും. അയാൾ അറിവില്ലാതെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പക്ഷെ പഠിക്കൽ നിർബന്ധമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് അൽ ഹദ്ദു വൽ മൗദൂഉ തുമ്മ സമറ. പിന്നുള്ളത് വഫദ്ലുഹു, ഈ ഫന്നിന്റെ ഫദ്ല്. ഇതിന്റെ ഫദ്ല് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഖുർആനിന് എത്രത്തോളം ഫദ്ലുണ്ടോ അതേ ഫദ്ൽ എന്തിനുണ്ട്? തജ്വീദ് പഠനത്തിനുണ്ട്. കാരണം ഈ തജ്വീദ് പഠനം ഇല്ലാതെ എന്ത് പൂർത്തിയാവൂല? ഖുർആൻ പഠനം പൂർത്തിയാവൂല. മാത്രമല്ല ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നോക്ക്, പവിത്രത ഉള്ളതും ശ്രേഷ്ഠത ഉള്ളതുമാണ്. അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചത് ആ രാത്രി ലൈലത്തുൽ ഖദർ, ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയാണ്. അത് അവതരിപ്പിക്കാൻ അല്ലാഹു തആല ഏൽപ്പിച്ച മലക്ക് ജിബ്രീൽ, അല്ലാഹു തആല പ്രത്യേകം സ്ഥാനം കൊടുത്ത, റൂഹ് എന്ന് പ്രത്യേകം പേര് കൊടുത്ത് സ്ഥാനം കൊടുത്ത മലക്കുകളുടെ നേതാവാണ്. ഇത് അവതരിപ്പിക്കപ്പെട്ട പ്രവാചകനോ അഫ്ദലുർ റസൂൽ, പ്രവാചകന്മാർ ഏറ്റവും ശ്രേഷ്ഠനാണ്. ഇനി ഇത് അവതരിപ്പിക്കപ്പെട്ട സമൂഹം കുന്തും ഖൈറ ഉമ്മ. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാതും ശ്രേഷ്ഠമായതാണ്. അതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട ഈ ഫന്ന് എല്ലാ ഫന്നുകളേക്കാൾ ശ്രേഷ്ഠമായതാണ്. ഹദീസുമായി ബന്ധപ്പെട്ട ഉസൂൽ ഹദീസിനേക്കാൾ, ഉസൂൽ ഫിഖിനേക്കാൾ ഒക്കെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ് ഖുർആനുമായി ബന്ധപ്പെട്ട തജ്വീദ് എന്ന ഫൻ. അത് പഠിക്കുന്നത് നമുക്ക് നിർബന്ധമാണ്. അൽ ഹദ്ദു വൽ മൗദൂഉ സുമ്മ സമറ വഫദ്ലുഹു വനിസ്ബത്തുൻ. നിസ്ബത്ത് പറഞ്ഞാൽ ഇത് ആരിലേക്കാണ് ചേർത്തി പറയുന്നത്, അതായത് പിന്നെ ഇതെന്തിലേക്ക് ചേർന്ന് കിടക്കുന്നു, ഇത് ആരിലേക്ക് ചേർന്ന് കിടക്കുന്നു. നമുക്ക് അറിയാം തജ്വീദ് ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്? ഖുർആനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതോടൊപ്പം ഇത് പിന്നെ ആദ്യമായി പഠിപ്പിക്കുന്ന ആളും ഇത് ആരിലേക്ക് ചേർത്തി പറയുന്നു? അത് നബിയും സ്വഹാബത്തും ഈ നമ്മുടെ മുൻഗാമികളായ ആളുകളുമാണ്. ഫദ്ലുഹു വനിസ്ബത്തുൻ വൽ വാദിഅ, ഇതിന്റെ തുടക്കക്കാരൻ, ഈ ഫന്ന് തുടങ്ങിയ ആള്. ഈ ഫന്ന് തുടങ്ങാന്ന് പറയുമ്പോൾ തജ്വീദിനെ നമുക്ക് രണ്ട് രീതിയിൽ നോക്കണം. ഒന്ന്,
തജ്വീദ് ഒരു ഫന്നായി കിതാബുകളൊക്കെ രചിച്ച ആളുകൾ, അത് പണ്ഡിതന്മാർ പല പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അമവി കാലഘട്ടത്തിലുള്ള പല പണ്ഡിതന്മാരുടെ പേരും ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു ഫന്നായിട്ട് ഒരു കിതാബായിട്ടല്ലാതെ തന്നെ നദരിയായിട്ട്, അഥവാ നമ്മുടെ എന്താ പറയാ പ്രാക്ടിക്കലായിട്ട് ഈ വിഷയം എപ്പം മുതലുണ്ട്? ഖുർആൻ ഇറങ്ങിയത് മുതലുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തജ്വീദോട് കൂടിയുള്ള ഖുർആനാണ് ഇറങ്ങിയത്. നമുക്ക് നേരത്തെ ഹദീസിന് മനസ്സിലായി, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതി കൊടുത്തു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്തിനെ പറ്റിയിട്ട് സ്വഹാബാക്കളെ വിശദീകരിച്ചിടത്തൊക്കെ എന്താ പറഞ്ഞത്? യമുദ്ദുഹാ മദ്ദൻ, നീട്ടി ഓതുവായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിനെ ഓരോന്നിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടിയാണ് ഓതിയത്. അങ്ങനെ പ്രത്യേകം വിശദീകരിച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ നിന്ന് കിട്ടി? ജിബ്രീലിന്റെ അടുത്ത് നിന്ന് കിട്ടി. ജിബ്രീലിന് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടി. അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. വലിസ്മു, ഈ തജ്വീദിന് പേരുകൾ, പല പേരുകളിലും അറിയപ്പെടാം. പ്രശസ്തമായ പേര് ഇൽമു തജ്വീദ്, തജ്വീദിന്റെ ഇൽമു. തജ്വീദ് എന്ന് പറഞ്ഞാൽ നന്നാക്കാൻ അർത്ഥം. ജവ്വദ യുജവ്വിദു തജ്വീദ്, നന്നാക്കൽ എന്നാണ് വാക്കർത്ഥം. വലിസ്മു വലിസ്തിംദാദു, ഇസ്തിംദാദ് എന്ന് വെച്ചാൽ ഇത് എവിടെ നിന്നാണ് എടുക്കുക? ഇസ്തിംദാദ് പറഞ്ഞാൽ ഇത് ഏതിലേക്ക് സഹായം തേടുന്നു എന്നാണ് ശരിക്കും വാക്കർത്ഥം. അഥവാ ഈ ഇൽമ നമുക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റും? അത് ഹദീസുകളിൽ നിന്നും പിന്നെ മുൻഗാമികളുടെ ആസാറുകളിൽ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഇതേപോലെ തിരുത്തി കൊടുത്ത സംഭവങ്ങൾ, അവരെങ്ങനെയാണ് ഓതിക്കൊടുത്തത്, ഖിറാഅത്തിന്റെ ഉലമാക്കൾ എങ്ങനെയാണ് പരസ്പരം ഓതിക്കൊടുത്തത്. കാരണം ഇതൊന്നും ആദ്യം റിപ്പോർട്ടുകൾ മാത്രമേ ഉള്ളൂ, രേഖയില്ലല്ലോ. ഈ 2-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെയാണ് രേഖകൾ വരുന്നത്. അതുവരെ രേഖയില്ല, എല്ലാം വാക്കാൽ ഇങ്ങനെ പഠിപ്പിച്ച് പോവാൻ. വലിസ്മുൽ ഇസ്തിംദാദു ഹുക്മു ശാരിഅ, പിന്നുള്ളത് ഇത് പഠിക്കുന്നതിന്റെ വിധിയാണ്. ഈ ഇൽമ പഠിക്കുന്നതിന്റെ വിധി, ഹുക്കും എന്താണ്? നിർബന്ധമാണോ? ഫർദ് ഐനാണോ? ഫർദ് കിഫായയാണോ? പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചു. അഥവാ ലഹ്ന് ജലീന്ന് രക്ഷപ്പെടാനുള്ള തജ്വീദാണ് എങ്കിൽ അത് പഠിക്കൽ ഫർദ് ഐനാണ്. കാരണം ലഹ്ന് ജലീ എന്താണ്? അർത്ഥത്തിൽ വ്യത്യാസം വരും, ചെയ്യുന്ന ആൾ പാപിയാവും. അപ്പൊ പാപി ആവാതെക്കാനുള്ളത് പഠിക്കുക എന്നുള്ളത് ഫർദ് ഐനാണ്. എന്നാൽ അങ്ങനത്തെ വിഷയങ്ങളല്ലാത്തതുണ്ട്. ലഹ്ന് ഖഫീ, ഇപ്പൊ മദ്ദിന്റെ അളവ്, ഗുന്നന്റെ അളവ്, അല്ലെങ്കിൽ മറ്റുള്ള സിഫാത്തുകളുടെ വളരെ ഗോപ്യമായ വിഷയങ്ങൾ, അതൊക്കെ പഠിക്കൽ ഫർദ് കിഫായയാണ്. അത് അറിയുന്ന ഒരാൾ സമൂഹത്തിൽ ഉണ്ടായാൽ മതി, ബാക്കിയുള്ളവർ പാപത്തിൽ നിന്നും ഒഴിവാകും. അവസാനമുള്ളത് മസായിലു. പിന്നെ ഈ തജ്വീദിന്റെ വിഷയത്തിലുള്ള മസാലകൾ എന്തൊക്കെയാണ്? അഹ്കാമുൻ നൂൻ സാക്കിന, അഹ്കാമുൽ മീം സാക്കിന, അഹ്കാമുൽ മദ്, ഇതൊക്കെയാണ് എന്ത് ഇതിന്റെ വിഷയങ്ങൾ. പിന്നെ കവിതന്റെ ബാക്കി വൽ ബഅദു ബിൽ ബഅദ് ഇക്തഫ, ചില പണ്ഡിതന്മാർ ചിലത് പറഞ്ഞു ചിലത് പറഞ്ഞിട്ടില്ല. വമൻ ദറൽ ജമീഅ, ഇതെല്ലാം ആരറിഞ്ഞുവോ അവൻ ഹാസ ഷറഫ, അവൻ ഷറഫ് കരസ്ഥമാക്കി, ഉന്നതി കരസ്ഥമാക്കി. അപ്പൊ തജ്വീദിന്റെ ഇൽമുമായി ബന്ധപ്പെട്ട 10 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത് പഠിക്കലും ഇത് പഠിക്കുന്നതിന്റെ പ്രാധാന്യവും ഒക്കെ ഇതിലടങ്ങി. നമ്മൾക്ക് ഒരുപാട് നേരം പറഞ്ഞ് സംസാരിച്ചിരിക്കാനുള്ള സമയമില്ല. നമുക്ക് പ്രധാനമായിട്ടും തജ്വീദിൽ അറിയേണ്ടത്, ഒന്ന് മഖാരിജുൽ ഹുറൂഫ് അറിയണം, വളരെ കൃത്യമായി അറിയണം. മഖാരിജുൽ ഹുറൂഫ് കൃത്യമായി അറിയണം. രണ്ടാമത്തേത് സിഫാത്തുൽ ഹുറൂഫ്, ഹർഫുകളുടെ സിഫാത്തുകൾ അറിയണം. കാരണം ഇത് രണ്ടുമാണ് എന്ത്? ഹക്കും മുസ്തഹക്കും. ഹക്കഹ മുസ്തഹക്കഹ എന്ന് പറഞ്ഞില്ലേ? ഇഅ്താഉൽ ഹുറൂഫ്, ഹർഫുകൾക്ക് നൽകണം ഹക്കഹ മുസ്തഹക്കഹ. അത് ഈ മഖ്റജിൽ നിന്ന് കൊണ്ടുവരലും സിഫാത്തുകൾ കൊടുക്കലുമാണ്. അപ്പം പിന്നെ മഖാരിജുൽ ഹുറൂഫ് അറിയണം, സിഫാത്തുൽ ഹുറൂഫ് അറിയണം. പിന്നെ അറിയേണ്ടത് അൽ വഖഫ് വൽ ഇബ്തിദാ, വഖഫും ഇബ്തിദാവും പ്രത്യേകം പഠിക്കണം. വഖഫ് ഇബ്തിദാന്റെ നിയമങ്ങൾ പ്രത്യേകം പഠിക്കണം. ഇൻഷാ അല്ലാഹ് അത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. മഖാരിജ്, സിഫാത്ത്, വഖഫ് വൽ ഇബ്തിദാ. പിന്നെ പ്രത്യേക നിയമങ്ങൾ, തഫ്ഖീം, തർക്കീഖ് പോലത്തെ. പിന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അഹ്കാമു തജ്വീദ്, തജ്വീദിന്റെ മറ്റേ നിയമങ്ങൾ. ഏതുപോലെ? നൂന് സാക്കിനിന്റെ നിയമം, മീം സാക്കിനിന്റെ നിയമം, പിന്നെ അഹ്കാമുൽ മദ്, മദ്ദിന്റെ നിയമം. ഇങ്ങനെ 5 കാര്യങ്ങൾ നിർബന്ധമായും ഖുർആൻ ഓതുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. മഖാരിജുൽ ഹുറൂഫ്, സിഫാത്തുൽ ഹുറൂഫ്, വഖഫ് വൽ ഇബ്തിദാ, അഹ്കാമു നൂൻ സാക്കിൻ തൻവീൻ, മീം സാക്കിൻ തൻവീൻ, അതേപോലെ അഹ്കാമുൽ മദ്. 5 കാര്യം വളരെ അടിസ്ഥാനപരമായ. അഹ്കാമുൽ മദ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അധികം ആളുകൾക്കും. അഹ്കാമുൽ മദ്ദിന്റെ ഇനങ്ങൾ അത് ഏതൊക്കെയാണെന്നുള്ളത് സാധാരണ പഠിക്കുന്നതാണ്. മദ് മുൻഫസിൽ, മദ് മുത്തസിൽ, മദ് ലാസിം, മദ് ആരിദ് ലിസ്സുകൂൻ,
മദ് ബദൽ. ഈ 5 അടിസ്ഥാനപരമായിട്ടുള്ള മദ്ദുകൾ. മദ് ലാസിം ഏതാ നമുക്കറിയാം. ഏതാണ്? മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം സുക്കൂന് വരലാണ് മദ് ലാസിം. ഇത് പെട്ടെന്ന് പഠിക്കാൻ കാരണം നമുക്ക് സിഫാത്തുകൾ ഇന്ന് കാര്യമായിട്ട് പഠിക്കണം. കാരണം എന്താ അറിയോ, സിഫാത്തുകളുമായി ബന്ധപ്പെട്ട് പഠനം നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ട് പോയി. എത്രത്തോളം എന്ന് വെച്ചാൽ ഹിഫ്ള് പഠിച്ച ആളുകൾക്ക്, ഹാഫിദുകളായ ആളുകൾക്കും സിഫാത്തുകൾ എന്താണോ ഏതാണോ അതെങ്ങനെയാണെന്നോ അറിയില്ല. നമ്മളടക്കം ഹിഫ്ള് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ മദീനത്ത് ഉസ്താദുമാർക്ക് ഓതി കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ അറിവും ഇതിങ്ങനെയൊക്കെ പഠിക്കണം എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ എന്തുണ്ട്, സിഫാത്തിന്റെ വിഷയത്തിൽ വലിയൊരു അജ്ഞത നമ്മുടെ നാട്ടിലുണ്ട്. അത് മാറ്റിയെടുക്കണം. ഹിഫ്ള് സ്ഥാപനത്തിലുള്ള ഉസ്താദുമാർക്ക് അറിയില്ല, അതുകൊണ്ട് അടുത്ത തലമുറയിലുള്ള കുട്ടികൾക്ക് അറിയില്ല. ആ കുട്ടികളാണ് പിന്നെ പഠിച്ച ഉസ്താദുമാരാകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ തലമുറ സിഫാത്തിനെ പറ്റി അറിയാണ്ട് പോയി. നൂന് സാക്കിനിന്റെ നിയമം നമ്മൾ കുറേ പഠിച്ചതാണ്, കേട്ടതാണ്. മീം സാക്കിന്റെ നിയമം കേട്ടതാണ്, പഠിച്ചതാണ്. തൻവീന്റെ നിയമം കേട്ടതാണ്, പഠിച്ചതാണ്. മദ്ദുകൾ പഠിച്ചതാണ്. മഖാരിജ് നമ്മൾ പഠിക്കും, പക്ഷേ സിഫാത്ത് നമ്മൾ പഠിക്കില്ല. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിൽ ഇത്രയും വിഷയങ്ങൾ പറഞ്ഞു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. പിന്നെ എഴുതി വെക്കേണ്ടത് എഴുതി വെക്കുക, മഷ്ക് ചെയ്യേണ്ടത് മഷ്ക് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഇൻഷാ അല്ലാഹ്. അത് ഇനി അങ്ങോട്ടുള്ള ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഖ്റജുകളെ പറ്റി പറയുകയാണെങ്കിൽ മഖ്റജ് പ്രധാനമായും 5 മഖ്റജ് പ്രധാനമായും 5. ഏതൊക്കെയാണ്? ഒന്ന് ജൗഫ്. ജൗഫ് എന്ന് പറഞ്ഞാൽ ഉള്ളു എന്നർത്ഥം. അഥവാ വായ് തുറന്നാൽ കിട്ടുന്ന ഈ കാല് ഭാഗം ഉണ്ടല്ലോ, അതൊരു മഖ്റജാണ്. അവിടെ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ മദ്ദുകളാണ്. ആ ഈ വരുന്ന ശബ്ദം ജൗഫ് എന്ന് വരുന്നതാണ്. ജൗഫ് എന്ന് തന്നെ പറയാം, ഉള്ള്. ഈ ആ ശബ്ദം ഉള്ളിന്ന് വരികയാണ്. ഊ അതും ഉള്ളിന്ന് വരുന്ന ശബ്ദം. അപ്പം ഒന്നാമത്തെ മഖ്റജ് ജൗഫ്. ജൗഫ് എന്ന് പറഞ്ഞാൽ ഉള്ള്. അവിടെ നിന്ന് വരുന്ന അക്ഷരങ്ങൾ എന്ന് വെച്ചാൽ പ്രത്യേക അക്ഷരങ്ങളില്ല, ഹുറൂഫുൽ മദ്, ഹുറൂഫു അൽ മദ് അഥവാ അലിഫുൻ വാവും യാഉം. ഇത് 3. അലിഫിന്റെ മുമ്പ് എന്തുണ്ടാവണം? ഫത്ഹ ഉണ്ടാവണം. യാഇന്റെ മുമ്പ് കസ്ർ ഉണ്ടാവണം. വാവിന്റെ മുമ്പ് ദമ്മ് ഉണ്ടാവണം. അങ്ങനെയുള്ള അലിഫും വാവും യാവും വരുന്നത് എവിടെ നിന്നാണ്? ജൗഫ് എന്നാണ്. അപ്പം ഒന്നാമത്തെ മഖ്റജ് ജൗഫ്, ഉൾ. രണ്ടാമത്തെ ഒരു മഖ്റജ് ഖൈശൂം. ഖൈശൂം എന്ന് പറഞ്ഞാൽ തരിമൂക്ക്. ഖൈശൂം, തരിമൂക്ക് നമ്മളൊക്കെ പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയാം, തരിമൂക്ക്. അവിടെ നിന്ന് വരുന്നതും ആകെ ഒറ്റൊരു കാര്യമേ ഉള്ളൂ. എന്തായിരിക്കും? ഗുന്ന, അമ്മ, അന്ന. ആ ഗുന്ന മാത്രമാണ് എന്തെന്ന് വരുന്നത്? ഖൈശൂം എന്ന് വരുന്നത്. അപ്പൊ ജൗഫ്, ഖൈശൂം ഇത് നമുക്ക് എന്തില്ല, അധികം പഠിക്കാനില്ല. അത് അങ്ങനെ വരുള്ളൂ, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഖൈശൂം ഇല്ലാണ്ട് ഒരാൾക്ക് ഗുന്ന ചെയ്യാൻ പറ്റുമോ? ആവൂല. അതേപോലെ തന്നെ ജൗഫ് ഇല്ലാണ്ട് ഒരാൾക്ക് ആ ഈ ഊ എന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കേണ്ട കാര്യമില്ല, മെനക്കെടേണ്ട കാര്യമില്ല. ഖലാസ്. അപ്പൊ 2 മഖ്റജ് നമുക്ക് ഓക്കെയാണ്. മൂന്നാമത്തേത് ഹൽക്ക്, തൊണ്ട. മൂന്നാമത്തെ മഖ്റജ് തൊണ്ട. ഹൽക്കിൽ 3 സ്ഥലങ്ങളുണ്ട്. നമ്മൾ പണ്ട് മദ്രസയിൽ പഠിച്ചതാണ്. അങ്ങേയറ്റം, നടു, ഇങ്ങേയറ്റം. അങ്ങേയറ്റം, നടു, ഇങ്ങേയറ്റം. അഖ്സൽ ഹൽക്ക്, വസത്തുൽ ഹൽക്ക്, അദ്നൽ ഹൽക്ക്. അങ്ങേയറ്റത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അങ്ങേയറ്റത്ത് നിന്ന് വരുന്നത് അഥവാ ഏറ്റവും താഴ്ഭാഗം ഹംസ, അ. അതേപോലെ തന്നെ ഹ, അ, ഹ. ഇതാണ് അഖ്സൽ ഹൽക്ക് എന്ന് വരുന്ന അക്ഷരങ്ങൾ. അ, ഹ, അ, ഹ. കെട്ടുള്ള ഹ ഉണ്ടല്ലോ, ഹ. ഇത് വളരെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ പറ്റുന്ന അക്ഷരങ്ങളാണ്. അ, ഹ. രണ്ടാമത്തേത് വസത്തുൽ ഹൽക്ക്, ഹൽക്കിന്റെ നടുഭാഗം. അവിടെ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ് ഏതൊക്കെ? ഐൻ, ഹ, ഐൻ, ഹ. ഇത് കുറച്ച് മഷ്ക് ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. അത് അറിയുന്ന ഒരാളുടെ അടുത്ത് പോയിരുന്ന് നമ്മൾ പഠിക്കുക തന്നെ വേണം. കാരണം അക്ഷരം മാറാൻ പാടില്ല. ഖുർആൻ ഓതുമ്പോൾ അക്ഷരം മാറാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ വ്യത്യാസമാണ് വരിക. ഇപ്പൊ ഹലക്ക എന്നുള്ളത് ഹലക്ക എന്ന് തോന്നുമ്പോൾ വ്യത്യാസം നോക്കിയേ. ഹലക്ക എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നർത്ഥം, ഹലക്ക എന്ന് പറഞ്ഞാലോ നശിച്ചു എന്നർത്ഥം. വലിയ വ്യത്യാസമാണ്. അപ്പൊ ഖുർആന്റെ ആയത്തിൽ അങ്ങനെ അർത്ഥം മാറിപ്പോയാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട്
ഐൻ ഹ ആണ് വസത്തുൽ ഹൽക്ക്, തൊണ്ടന്റെ നടുഭാഗം. പിന്നെ അദ്നൽ ഹൽക്ക്, തൊണ്ടയുടെ വായോട് ചേർന്ന ഭാഗം, അവിടെ നിന്നാണ് ഗൈൻ ഖ, ഗൈൻ ഖ. അപ്പൊ ഹംസ ഹ, ഐൻ ഹ, ഗൈൻ ഖ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താക്കിയിട്ടില്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമ്മളൊന്ന് പഠിച്ചു വെച്ചിനി തൊണ്ടന്റെ ഇങ്ങന്നാന്ന് അങ്ങന്നാന്ന് ഇങ്ങന്നാന്നല്ല പഠിച്ചിനി, പക്ഷെ ഓതുമ്പം നമുക്ക് അവിടെ നിന്നല്ല വരുന്നത്. ചിലവരൊക്കെ അയിന് അടിവയറ്റെന്നൊക്കെ എടുക്കുന്ന ആൾക്കാരെന്തുണ്ട്, ഖുർആൻ ഓതുന്നവരുണ്ട്. അപ്പൊ എന്താക്കണം, മഷ്ക് ചെയ്യണം. അറിയുന്ന ഒരാളെടുത്തിരുന്ന് നമ്മൾ ഐനും ഹാവും ഗൈനും ഖാവും ഒക്കെ എന്താക്കണം, പഠിക്കണം. അപ്പൊ മൂന്നാമത്തെ മഖ്റജ് നമ്മൾ പറഞ്ഞത് ഹൽക്കാണ്. ഹൽക്കെന്ന് 6 അക്ഷരങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 6 അക്ഷരങ്ങൾ. അടിഭാഗത്തുനിന്ന് ഹംസ ഹ, നടുന്ന് ഐൻ ഹ, ഏറ്റവും മുകൾ ഭാഗത്തുനിന്ന് ഗൈൻ ഖ. പിന്നെ തൊണ്ട കഴിഞ്ഞാലുള്ളത് നാവാണ്. നാവിൽ ഒരുപാട് അക്ഷരങ്ങളുണ്ട്. നാവ് എന്നുള്ള ഈ മഖ്റജിൽ തന്നെ 10 മഖ്റജ് വേറെ വേറെ ഉണ്ട്. അപ്പൊ നാവിന്റെ അറ്റം, നാവിന്റെ ഇങ്ങേത്തല, നാവിന്റെ അങ്ങേത്തല, നാവിന്റെ ഇപ്പുറത്തെ തല, മുകളിലത്തെ തല, പിന്നെ ഉള്ളത് ചുണ്ട്. ഈ 5 എണ്ണാണ് ശരിക്ക് മഖ്റജുകൾ ഉള്ളത്. ജൗഫ്, ഖൈശൂം, ഹൽക്ക്, ലിസാൻ, ഷഫത്തൈൻ. ഷഫത്തൈൻ എന്നാണ് ചുണ്ടിന് പറയാ, ഷഫത്തൈൻ. ഇതിന് പറയുന്ന പേരാണ് മഖ്റജ് ആം. ആം എന്ന് പറഞ്ഞാൽ പൊതുവായത്. അപ്പൊ പൊതുവായ മഖ്റജ് നമ്മൾ ഉണ്ടുമ്പം 5 എണ്ണാണ് ഉണ്ടാകുക. ജൗഫ്, ഖൈശൂം, ഹൽക്ക്, ലിസാൻ, ഷഫത്തൈൻ. ഖൈശൂമില് വേറെ സ്ഥലങ്ങളൊന്നുമില്ല, ആകെ തരിമൂക്ക് ആ ഒരു സ്ഥലമേ ഉള്ളൂ. ജൗഫിലും ആ ഒറ്റ സ്ഥലമേ ഉള്ളൂ. ഹൽക്കിൽ നമ്മൾ എത്ര സ്ഥലം പറഞ്ഞു? 3 സ്ഥലം പറഞ്ഞു. പിന്നെ ലിസാനിൽ 10 സ്ഥലങ്ങളുണ്ട്. ലിസാനിൽ 10 സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഓരോന്നാണ് കൃത്യമായിട്ട് വിശദീകരിക്കണം എന്നില്ല, നമുക്ക് പിന്നെ സമയം ഒരുപാട് എടുക്കും ഇത് പഠിക്കാൻ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. പിന്നെ ഷഫത്തൈൻ, ചുണ്ടില് 2 മഖ്റജുകൾ, ചുണ്ടില് 2 മഖ്റജുകൾ. അതേപോലെ തന്നെ നാവില് 10, 10ഉം ചുണ്ടിന്റെ 2ഉം 12, തൊണ്ടന്റെ 3 15, ഖൈശൂം 1, ജൗഫ് 1, 17 മഖ്റജ്. അപ്പം ആമായ മഖ്റജ് 5 എണ്ണം, അതിൽ ഓരോന്നിലുള്ളത് കൂട്ടിയാൽ മൊത്തത്തിൽ 17 എണ്ണം. ഇബ്നു ജസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മഖാരിജുൽ ഹുറൂഫി 17 അലല്ലദീ യഖ്താറുഹു മൻ ഇഖ്തബർ. പണ്ഡിതന്മാരായ ആളുകൾ വിശദീകരിച്ച പ്രകാരം മഖാരിജുൽ ഹുറൂഫ് 17 എണ്ണാണ്. ഈ 17 എണ്ണത്തിൽ 5 എണ്ണാണ് കാര്യമായിട്ടുള്ളത്, പിന്നെ ഓരോന്നിലും പെട്ടതാണ്. ലിസാനിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമ്മൾ ഓരോ അക്ഷരം വിശദീകരിക്കണോ? കിതാബിനിട്ടുണ്ട്, പെട്ടെന്ന് പറഞ്ഞു പോവാം ഇൻഷാ അല്ലാഹ്. നമുക്ക് സമയം വളരെ കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞു പോവാം. ഒന്നാമത്തത് നാവിന്റെ അങ്ങേയറ്റം. നാവിന്റെ അങ്ങേയറ്റവും നേരെ മേൽ അണ്ണാക്കും. മദ്രസയിൽ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവുക. നാവിന്റെ അങ്ങേയറ്റവും നേരെ മേൽ അണ്ണാക്കും. അതേതാണ് അക്ഷരം? ഖാഫ്. ഖാഫ്. അത് കാഫ് ആവരുത്. അത് ചിലപ്പോൾ എന്താ അറിയോ, നമ്മൾ ഖാഫ് പറയും, പക്ഷെ ഓതുമ്പം അല്ലദീ ഖലഖസ് സമാവാതി അങ്ങനെ ഓതുക. അർത്ഥം മാറൂലേ? ഖലഖ എന്നുള്ള ഖാഫ് എന്താക്കും, പിന്നെ അങ്ങനെ അറിയോ ഇത് മനസ്സിലാക്കുക, ഇത് പുള്ളിയുള്ള കാഫാണോ മറ്റേ കാഫാണോ എന്ന് ചോദിക്കുക. പുള്ളിയുള്ളതാണെങ്കിൽ ആ കാഫ്, അല്ലെങ്കിൽ സാദാ കാഫ്. അന്ന് ഏതൊരു പിന്നെ നമുക്ക് പിന്നെ ഈ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നതിന് മുമ്പ് നമുക്ക് അതിനെ പറ്റിയിട്ട് പരീക്ഷനെ പറ്റി പറഞ്ഞു തരാൻ ആൾക്കാർ വരും. ഒരു പിന്നെ വാലുവേഷൻ നടത്തുന്ന ആൾക്കാരായിരിക്കും അവർ വന്നിട്ട് പറയും ഇങ്ങനെ എഴുതേണ്ടത് ഇങ്ങനെ എഴുതേണ്ടത്. ഞാൻ ജാമ്യ പഠിക്കുമ്പോൾ അപ്പോൾ അയാളുടെ ഒരു സംഭവം പറയുന്നു. ഇപ്പോൾ ഒരു മാഷായിട്ട് പോയപ്പോൾ ഈ അറബി മാഷിന് ഭയങ്കര വില കുറവാന്നൊരു സ്കൂളിൽ. അപ്പോൾ അടുത്ത പിള്ളേർ ചോദിച്ചാലും മാഷ നിങ്ങൾ ശരിക്കുള്ള മാഷാണോ അല്ല അറബി മാഷാണോ? അപ്പോൾ ഇവർ അറബി മാഷ അങ്ങനെ കാണാം. അപ്പോൾ അതേമാതിരി പുള്ളിയുള്ള കാഫ് വേറെ മറ്റേ കാഫ് വേറെ, അങ്ങനെയില്ല. കാഫ് ഒന്നുള്ളൂ, മറ്റേതെന്താണ്? ഖാഫാണ്. ഖാഫ് കാഫ്. അപ്പോൾ മഖാരിജുൽ ഹുറൂഫ് 17 അലല്ലദീ യഖ്താറുഹു മൻ ഇഖ്തബർ. അതിനുശേഷം പിന്നെ ഇബ്നു ജസീർ റഹ്മത്തുള്ളാഹി എന്താക്കുകയാണ്, ഓരോ മഖ്റജുകൾ പറഞ്ഞു പോവാണ്. ഒന്നാമത്തേത് അഖ്സൽ ലിസാൻ. അത് അവിടുന്ന് വരുന്നത് ഖാഫ്, നാവിൻ്റെ അങ്ങേയറ്റവും നേരെ മേൽ അണ്ണാക്കും. പിന്നെ അതിന് തൊട്ടിപ്പുറത്തുള്ളതാണ് കാഫ്, നാവിൻ്റെ കുറച്ചിങ്ങോട്ട് നേരെ മേൽ അണ്ണാക്ക്. ഖാഫ് കാഫ്.
ഖ അങ്ങേയറ്റം, ക തൊട്ടിപ്പുറം നേരെമേൽ അണ്ണാക്കും. പിന്നുള്ളത് നാവിന്റെ മദ്യം, നേരെമേൽ അണ്ണാക്ക്. ജീം ഷീൻ യാ, ജീം ഷീൻ യാ. നമ്മളെ മലയാളത്തിൽ 2 ഷാ ഇല്ലേ, ഒന്ന് പശുവിന്റെ ഷാവും മറ്റേത് മഷീന്റെ ഷാവും. മഷീന്റെ ഷാ ആണ് അറബിയിലുള്ളത്, പശുവിന്റെ ഷാ അറബിയിലില്ല. മനസ്സിലായില്ലേ? അതായത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി അല്ല, മിനശ് ശൈത്വാനിയാണ്. ഷാ അല്ല, ഷാ. കാരണം നാവിന്റെ മധ്യവും നേരെമേൽ അണ്ണാക്കും. മറ്റേ പശുവിന്റെ ഷാ വരുന്ന നാവിന്റെ അറ്റത്തു നിന്നാണ് അല്ലേ? പക്ഷെ മഷീന്റെ ഷാ വരുന്നത് നാവിന്റെ മദ്യം. അപ്പൊ നാവിന്റെ മധ്യത്തിനാണ് ഷീൻ. ജീം ഷീൻ യാ, ഈ 3 അക്ഷരങ്ങൾ നാവിന്റെ മധ്യവും നേരെമേൽ അണ്ണാക്കും. അപ്പം 3 മഖ്റജ് നമ്മൾ പറഞ്ഞു നാവിന്റെ. ഒന്നാമത്തെ ഖാഫിന്റെ അങ്ങേ അറ്റം, പിന്നെ കാഫിന്റെ തൊട്ടിപ്പുറവും നേരെമേൽ അണ്ണാക്കും, നാവിന്റെ മദ്യം ജീം ഷീൻ യാ, 3 അക്ഷരം. പിന്നുള്ളത് ദാദ്. അധികം ആർക്കും കിട്ടാത്തൊരു അക്ഷരമാണ് ഏത്? ദാദ്. അതുകൊണ്ട് തന്നെ അറബി ഭാഷയ്ക്ക് ഒരു പ്രത്യേക പേരുണ്ട്. എന്താണ്? ലുഗത്തു അദ്ദാദ്. അറബി ഭാഷയിൽ മാത്രമേ ദാദുള്ളൂ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഒക്കെ പറയുന്നത് ദാദ് ഇപ്പൊ ശരിയായില്ല എന്ന് വെച്ചിട്ട് പ്രശ്നമില്ല, പോയിക്കോട്ടെ, അത് അറബിക്ക് മാത്രമുള്ള സാധനമാണ്, അത് ബാക്കിയുള്ള ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ് ദാദ് പറയുന്നത്. ദാദ് എങ്ങനെ പറയണം? നാവിന്റെ വലതോ ഇടതോ ഭാഗം, അത് അവിടെ ഈ ഭാഗത്തുള്ള മുകളിലുള്ള അണപ്പല്ലിനോട് ചേർത്ത് വെക്കുക. വലതു ഭാഗം ഇടതു ഭാഗം, വലതു ഭാഗം ചിലർ വെക്കുക, ചിലർക്ക് നേക്ക് ഇടതു ഭാഗമായിരിക്കും. എന്നിട്ടിതാ ദാദ്, ദാദ് നാവിന്റെ അറ്റം പിന്നെ നേരെ ആ ഭാഗത്തുള്ളത്, അഥവാ വലതു ഭാഗത്താണെങ്കിൽ വലതു ഭാഗത്തുള്ള അണപ്പല്ലിനോട് ചേർത്ത് വെച്ചിട്ട് ദാദ്. തമാം, ദാദ്. ഇപ്പം അദ്ദഅഫു, അദ്ദഈഫ്, അല്ലെങ്കിൽ വലദ്ദാലിൻ, പിന്നെ വലദ്ദ എന്ന് പറയരുത്, വലദ്ദാലിൻ. നാവ് അങ്ങോട്ട് ചേർത്ത് വെക്കുക, ഉച്ചരിക്കുക. നമുക്ക് അങ്ങനെ വളരെ കൃത്യമാവണം എന്നില്ല, നമുക്ക് ആ അക്ഷരത്തിന്റെ മഖ്റജ് എന്തായാൽ മതി, അത് ആയാൽ മതി. അങ്ങനെ ദാദുള്ളത് നാവിന്റെ സൈഡ് ഭാഗം, ആ ഭാഗത്തുള്ള നേരെ അണപ്പല്ലിന്റെ സൈഡ് ഭാഗം. പിന്നെയുള്ളത് ലാം, നൂൻ, റാ. ഇത് 3 ഏകദേശം അടുത്തടുത്തുള്ള മഖ്റജുകളാണ്. ലാം എന്ന് പറയുമ്പോൾ നാവിന്റെ ഈ 2 അറ്റങ്ങൾ നേരെ മുകളിൽ ചേർത്ത് വെക്കുക, ആ പല്ലിനോട് ചേർത്ത്. ലാം. ഇതൊന്നും എന്താക്കണ്ട, പഠിക്കണ്ട, നമുക്ക് ലാം എന്ന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അങ്ങനെ അല്ലാതെ ലാം എന്താവില്ല, വരൂല. നൂൻ, അതും അതേപോലെ നാവിന്റെ അറ്റം മുകളിൽ എണ്ണാക്കിൽ വെക്കുക. റാ, റാവും. പിന്നെ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നമ്മളെ മലയാളത്തിൽ റാ ഉണ്ടായതുകൊണ്ട് അറബിയിലുള്ള റാക്ക് നമ്മൾ തഫ്ഹീം ചെയ്യൂല, റാ എന്ന് പറയില്ല. നമ്മളെങ്ങനെ അലം തറ എന്ന് പറയും. അപ്പൊ അതൊക്കെ സിഫാത്തിലാണ് വരിക. മഖ്റജ് ഓക്കെയാണ്, മഖ്റജ് ഓക്കെയാണ്, പക്ഷെ കൊടുക്കേണ്ട സിഫത്തുകൾ നമ്മൾ എന്താക്കിയില്ല, കൊടുത്തില്ല. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് സിഫാത്തുകൾ പറയുമ്പോൾ പറയാം. അപ്പൊ ലാമ്, നൂന്, റാ, ഇതൊക്കെ നാവിന്റെ ആ ഭാഗത്ത്. പിന്നെ നാവിന്റെ അറ്റവും ഈ മുൻപല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ത, ദാൽ, ത, ത, ദാൽ, ത. ഇത് 3 ഒരേ മഖ്റജാണ്. താവും താവും ഒരേ മഖ്റജാണ്. വ്യത്യാസം എന്തിലാണ് വരുന്നത്? സിഫാത്തിലാണ് വരുന്നത്. അതായത് താഇനെയും താഇനെയും വേറെ വേറെ ആക്കുന്ന എന്താണ്? സിഫത്തുകളാണ്. അപ്പൊ സിഫത്തുകൾ അറിയാത്തതിനെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്ന താവും താവും ഒക്കെ ഓക്കെ ആയിരിക്കും, എല്ലാം ഒരേപോലെ ആയിരിക്കും. അപ്പം കാരണം എന്താണ്? ഒരേ മഖ്റജ് എന്ന് വരുന്ന അക്ഷരങ്ങളാണ്. അപ്പൊ ഒരേ മഖ്റജ് എന്ന് വരുന്ന അക്ഷരമാകുമ്പോൾ സിഫാത്തുകൾ കൊണ്ട് വ്യത്യാസമാക്കിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടും ഒരേപോലെ തന്നെ ഉണ്ടാവും. അപ്പൊ അത് വ്യത്യാസപ്പെടുത്താൻ എന്ത് പഠിക്കണം? സിഫാത്തുകൾ നമ്മൾ പഠിക്കണം. അതിനുശേഷമുള്ളത് സ്വാദ്, സീൻ, സായ്. സ്വാദ്, സീൻ, സായ്. അത് നാവിൻ്റെ അറ്റം, പിന്നെ താഴത്തെ പല്ലിൻ്റെ ഉള്ളിലുള്ള ഭാഗം. പിന്നുള്ളത് വാ, ദാൽ, സാ. വാ, ദാൽ, സാ. ഇതെന്താണ്? നാവിൻ്റെ ഈ അറ്റം പല്ലിൻ്റെ ഈ അറ്റത്ത് തട്ടിച്ചിട്ടാണ് പറയാ. മറ്റേ ബാദും വാവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ബാദും
മഖ്റജ് തന്നെ വ്യത്യാസമുണ്ട്. വേറെ വേറെ മഖ്റജാണ്, സിഫാത്തുകളും വ്യത്യാസമുണ്ട്, ഒക്കെ വ്യത്യാസമാണ്. പക്ഷെ നമുക്ക് പറയുന്നിടത്ത് ദ്വാദും അതും ഇതേപോലെയാണ്. ത്വാല ആണോ അല്ല സ്വാദ്ലാദാണോ എന്ന് ചോദിക്കും. അങ്ങനെ അറിയുള്ളൂ. കാരണം മഖ്റജ് എല്ലാവർക്കും ഒരേപോലെ പറയുന്നു. നേരത്തെ കാഫ് കാഫ് പറഞ്ഞ പോലെ അപ്പം ഈ വായിനെ വ്യത്യാസപ്പെടുത്താൻ എന്ത് ചെയ്യണം? നാവിന്റെ അറ്റം ചെറുതായിട്ട് ഒരു തുമ്പ് പുറത്തേക്ക് ഇടുക. എന്നിട്ട് ഈ പല്ലിന്റെ താഴ്ഭാഗത്ത് നാവ് വെക്കുക. വമൻ അവ്ലമു, വമൻ അവ്ലമു. മറ്റേതാണെങ്കിലോ അവല്ലു, അവല്ലു. നാവ് കാണേയില്ല, ഉള്ളിലാണ്, സൈഡിൽ ഉള്ളിലുള്ള. പക്ഷെ ഒമൻ അവ്ലമു, ഒമൻ അവല്ലു. വ്യത്യാസം മനസ്സിലായില്ലേ? ഒന്ന് ത്വാദ ആണ്, അതെങ്ങനെ ഒമൻ അവ். മറ്റേത് ദ്വാദാണ്, ഒമൻ അവൽ. ഖലാസ്. അപ്പൊ അതാണ് പിന്നെ ഈ നാവിന്റെ അറ്റവും ഈ പല്ലിന്റെ താഴെയുള്ളത് വാ. ദാല് അങ്ങനെ പറയുള്ളൂ. ദാലിന് പിന്നെ ഈ ബംഗാളികൾ വന്നതിന് ശേഷം ജാ പറയാൻ തുടങ്ങി ചില ആൾക്കാർ. ഔസു ബില്ലാഹി. അത് തെറ്റാണ്, പാടില്ല. അത് പിന്നെ ഹറമില് ജാഇരിങ്ങൾക്ക് ഹൽക്കുണ്ട്. ജാഇരിങ്ങൾക്ക് അഥവാ ഇങ്ങനെ പിന്നെ ഈ ഉമ്രക്കാർക്കെല്ലാം ഹൽക്കുണ്ട്. നമുക്ക് ആർക്കും പോയി ഇരിക്കുക, രജിസ്റ്റർ ഒന്നും ചെയ്യണ്ട. അവിടെ പോയിട്ട് ആ ഷെയ്ഖിന്റെ അടുത്തിരിക്കുക, ഖുർആൻ ഓതുക. അപ്പൊ റമദാനിലിരിക്കുക, പിന്നെ അത്താഴത്തിന്റെ സമയം കഴിഞ്ഞിട്ട് പിന്നെ കാത്തിരിക്കുക നിസ്കാരത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഹൽക്ക് തുടങ്ങും. അപ്പോഴാണ് ഈ ഹൽക്ക് തുടങ്ങുക. അപ്പൊ ഇങ്ങനെ ഉറുദു ടീമുണ്ട്, ഇന്ത്യക്കാർക്ക് നമുക്കറിയാം. ഈ മറ്റേ കത്തിലുള്ള ഇതെല്ലാം കാണുമ്പോൾ നമുക്കറിയാലോ ഇന്ത്യക്കാർ. അങ്ങനെ വന്നിട്ട് ഇരുന്ന് ഷെയ്ഖിന്റെ അടുത്ത് ഓതാൻ തുടങ്ങി. അപ്പൊ ഷെയ്ഖ് ഔദു ദാല് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇയാൾ ഔസു എന്നാ പറയുന്നത്. അപ്പൊ ഷെയ്ഖ് തിരുത്തുമ്പോൾ ഇയാൾ തിരുത്തുന്നില്ല. ഇയാൾ പറയുന്നത് നമ്മളാടെ അങ്ങനെ ഓതല്. ചിലർക്ക് അങ്ങനെയുണ്ട്. അങ്ങനെ തിരുത്തി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഉറുദു ചിലപ്പോൾ ഉസ്താദ്മാര് പിന്നെ ചില ഇതാന്ന് പറയും, പക്ഷെ ഇതാന്ന് പറയണ്ടത് നമ്മുടെ ഭാഷയിൽ അങ്ങനെയാണ്. തിരുത്തുന്ന ആൾക്കാരുണ്ട്. ഓൽക്കറിയില്ല, അറിയില്ല എന്നുള്ളതും അറിയില്ല. എന്നിട്ട് എന്താക്കുകയാണ്, വല്ല പഠിച്ച തെറ്റ് അടുത്ത തലമുറക്ക് അങ്ങനെ കൈമാറി പോവാണ്. മാത്രമല്ല മലയാളി കുട്ടികൾ തന്നെ ഉസ്താദിന്റെ അടുത്ത് ദാല് പഠിച്ച ചെക്കൻ ഓൻ ഉസ്താദ് മാറും, ബംഗാളി ഉസ്താദാവും. ആ ബംഗാളി ഉസ്താദ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഉസ്താദിന്റെ അടുത്ത് എത്തുമ്പം ആ ചെക്കൻ ഓതൽ ഔസു എന്നാണ്. ഔദു ചിലപ്പോൾ നേരെ ഓതിയാലും വേറെ സ്ഥലത്ത് എന്താക്കും, മൻസല്ലസി എന്നുള്ളടത്ത് അങ്ങനെ ആയിപ്പോ. അപ്പം ദാലിന് എന്ത് വേണം? വ്യത്യാസം ഇതാണ്. ജായിക്ക് നാവ് പുറത്തു വരില്ല, നാവ് താഴത്തെ പല്ലിന്റെ ഉള്ളിലാണ്. ദാലിന് നാവിന്റെ അറ്റവും പല്ലിന്റെ ഈ ഭാഗവുമാണ് തട്ടുക. അപ്പൊ വ ദാൽ സ മൂന്നക്ഷരം. അപ്പൊ ഇത് നാവിന്റെ 10 മഖ്റജുകളായി. പിന്നെ ഈ മഖ്റജൊന്നും തമ്മിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടോ നിങ്ങളിങ്ങനെ ക്ലാസ് കേട്ടിട്ടോ എന്തില്ല, കാര്യമില്ല. നിങ്ങൾ പേഴ്സണലായിട്ട് ഉസ്താദിനെ കാണുക. ഇത് അറിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളെ പോയി കാണുക. എന്നിട്ട് ആ ഉസ്താദിന്റെ അടുത്ത് ഇരിക്കുക, പഠിക്കുക. അങ്ങനെ എന്താക്കണം, മഖ്റജുകൾ പൂർത്തിയാക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാത്തന്നെ ചോദിച്ചാൽ മതി. അതായത് ഞാൻ പിന്നെ ലാമും നൂനും റാവും ഒന്നാക്കിയിട്ടാ പറഞ്ഞത് അല്ലേ? ലാമും നൂനും റാവും വേറെ വേറെ മഖ്റജാണ്. നമുക്ക് അല്ലാണ്ട് തന്നെ അറിയും. നാവ് ലാമ് പറയുമ്പോൾ തട്ടുന്നിടത്തല്ല നൂന് പറയുമ്പോൾ തട്ടുക, റാ പറയുമ്പോൾ തട്ടൽ വേറെ സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞുകൊണ്ടാണ് ചിലർക്ക് തെറ്റ് പറ്റിയത്. ലാമ് നൂന് റാ വേറെ വേറെ മഖ്റജാണ്. താ ദാല് ത, അതിനുശേഷം പിന്നെ സാദ് സീൻ സായ്. ഇതൊന്നും ഇങ്ങനെ ഇഫ്ലാക്കണമെന്നില്ല. കാരണം ഇതൊന്നും ഇഫ്ലാക്കേണ്ട ഇൽമല്ല, ഇത് തത്ബീക്ക് ചെയ്യേണ്ട ഇൽമാണ്. ഒരാള് ഇതെല്ലാം ഇങ്ങനെ കൃത്യം പഠിച്ചു എന്നിട്ട് ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതുന്നെങ്കിൽ കാര്യമുണ്ടാ? ഇല്ല. പക്ഷെ ഒരാൾക്ക് ഇതൊന്നും അറിയില്ല. പക്ഷെ അയാൾ അഊദു ബില്ലാഹി മിനശ്, അറബികൾ 3 വയസ്സുള്ള കുട്ടികൾ എങ്ങനെ ഓതനെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതും? ഇതറിയോ? അറിയില്ല. അപ്പം തജ്വീദിന്റെ ഇൽമ എന്തല്ല, ശഫവിയാണ്. പിന്നെ ഇങ്ങനെ പഠിക്കുന്നതല്ല. പിന്നുള്ളത് ഇതാണ് ഷഫത്തൈനിലുള്ള മഖ്റജുകൾ. ഷഫത്തൈനിൽ നമ്മൾ എത്ര മഖ്റജാ പറഞ്ഞ? 2 മഖ്റജാ പറഞ്ഞ. ഷഫത്തൈനിൽ 2 മഖ്റജ്. ഒന്ന് ഫാഇന് എന്താന്ന് വെച്ചാൽ ചുണ്ടിന്റെ ഉൾഭാഗവും പല്ലിന്റെ ഈ അറ്റവും. എളുപ്പമാണ്. പിന്നുള്ളത് മീമ്, ബാ, വാവ്. ഇത് 3ഉം 2 ചുണ്ടുകളും കൂട്ടിയിട്ടുള്ളതാണ്. മീമിനും ബായിനും എന്തുണ്ട്? ചുണ്ട് ചേർത്ത് വെക്കും. വാവിന് ചുണ്ട് ചേർത്ത് വെക്കൂല. അത്ര വ്യത്യാസമുള്ളൂ. 3ഉം 2 ചുണ്ടെന്നാണ്. വാവ് പിന്നെ ബ, മീം, ഇതൊക്കെ ഒരേ മഖ്റജാണ്. ചുണ്ട് ബാവും മീമും പറയുമ്പോൾ ചുണ്ട് ചേർത്ത് വെക്കണം, വാവ് പറയുമ്പോൾ വിട്ടു വെക്കണം. അല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ആകെ നമ്മൾ പണിയെടുക്കേണ്ട മഖ്റജുകൾ വളരെ കുറവുള്ളൂ. ഐന് ഗൈന് പോലെ, ഹ ഹ പോലെ, ബാദ് പോലെ, വാ പോലെ വളരെ ചുരുക്കം അക്ഷരങ്ങൾ മാത്രമേ എന്തുള്ളൂ നമ്മൾ
മഖ്റജ് പഠിക്കേണ്ടതുള്ളൂ, ബാക്കിയുള്ളത് അങ്ങനെ അല്ലാണ്ട് നമുക്ക് ഉച്ചരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കി നമുക്ക് ഏതാണോ പഠിക്കൽ നിർബന്ധമായിട്ടുള്ളത് അത് നമ്മൾ എന്താക്കണം, പഠിക്കണം, അക്ഷരങ്ങൾ ക്ലിയർ ആക്കണം. അപ്പോൾ ഇതാണ് മഖ്റജുകൾ. 17 മഖ്റജാണുള്ളത്. മൊത്തത്തിൽ 5 എണ്ണം. ആ 5നെ വിഭജിച്ചിട്ട് 17 ആക്കുക. 5 ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജൗഫ്, ഖൈഷൂമ്, ലിസാന്, ഹൽക്ക്, ലിസാന്, ഷഫത്തൈൻ, 5 മഖ്റജ്. ഇത് നമുക്ക് 17 വരെ പോകും. കാരണം നാവിൽ 10 വരും, ചുണ്ടിൽ 2 വരും, തൊണ്ടയിൽ 3 വരും, പിന്നെ ഖൈഷൂമിൽ 1, ജൗഫിൽ 1. ഇനിയുള്ളത് സിഫാത്താണ്. സിഫാത്തുകൾ നമ്മൾ കൃത്യമായി പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ നോട്ട് ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചത്. കാരണം ഇത് ഹിഫ്ദ് തന്നെ വേണം. ഇത് ഹിഫ്ദ് തന്നെ വേണം. എന്നാലും എന്തെങ്കിലേ നമുക്ക് ഓർമ്മ കിട്ടുള്ളൂ. ഹിഫ്ദ് ഉണ്ടെങ്കിലേ നമുക്ക് ഓർമ്മ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങൾ എഴുതി വെക്കണം. ഇത് നിങ്ങൾ നിർബന്ധമായും എഴുതി വെക്കണം. സിഫാത്തുകളുള്ളത് 17 എണ്ണാണ്. 17 എണ്ണത്തിനില്ലേ നമ്മൾ പഠിക്കേണ്ടത് 17 5 കുറച്ചാൽ 12 എണ്ണം പഠിച്ചാൽ മതി. അതും നമ്മളങ്ങനെ പഠിക്കണമെന്നില്ല, നമുക്കങ്ങനെ മനസ്സിൽ നിൽക്കും, എളുപ്പമാണ്. സിഫാത്തുകൾ 10 സിഫത്തുകൾ ഒന്നൊന്നിൻ്റെ ഓപ്പോസിറ്റാണ്. അഥവാ 5 എണ്ണം, ആ 5 എണ്ണത്തിന് നേരെ ഓപ്പോസിറ്റ് 5 എണ്ണം ഉണ്ട്, അങ്ങനെ 10. പിന്നെ ഓപ്പോസിറ്റ് ഇല്ലാത്ത 7 സിഫത്ത്. സിഫത്ത് എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഈ അക്ഷരം ഉച്ചരിക്കുമ്പോൾ നമ്മുടെ നാവിലുണ്ടാകുന്ന അല്ലെങ്കിൽ വായിലുണ്ടാകുന്ന അവസ്ഥ, ഇതിനാണ് സിഫത്ത് എന്ന് പറയുന്നത്. തമാം. അപ്പോൾ ഒന്നാമത്തെ സിഫത്ത് എഴുതിക്കോ, അൽ ഹംസ്. അൽ ഹംസ്. ഹംസ് എന്ന് വെച്ചാൽ ഹ മീം സീൻ, ഹംസ്. രഹസ്യം പറയുന്നതിനാണ് ഹംസ് എന്ന് പറയാം. രഹസ്യം പറയുന്നതിനാണ് ഹംസ് എന്ന് പറയാം. വാക്കർത്ഥം ഹംസ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന സിഫത്താണ് ജഹ്ർ. ജഹ്ർ എന്ന് വെച്ചാൽ ഉറക്കെ പറയുന്നതിനാ പറയാം. ഹംസും ജഹ്റും. ഹംസിൻ്റെ ഓപ്പോസിറ്റ് ജഹ്ർ. എന്താണ് ഹംസിൻ്റെ അക്ഷരങ്ങൾക്ക് പ്രത്യേകത? ഹംസിൻ്റെ അക്ഷരങ്ങളുടെ പ്രത്യേകത, ഹംസിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായിന്ന് കാറ്റ് പുറത്തേക്ക് പോകും. വായിന്ന് കാറ്റ് പുറത്തേക്ക് പോകും. അതിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാ വെച്ചാൽ ഫഹസ്സഹു ശഖ്സുൻ സകത്. ഫ എഴുതിക്കോ, ഫ. രണ്ടാമത്തത് ഹ. മൂന്നാമത്തത് സ, ഹ ഹ ഹ. ഫ ഹ സ ഹ. ഫ ഹ സ ഹ. ഷീൻ ഖ സാദ്. ഷീൻ ഖ സാദ് സീൻ കാഫ് ത. ഫഹസ്സഹു ശഖ്സുൻ സകത്. അത് നമുക്ക് ഓർമ്മ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വാചകം ആക്കിയത് പണ്ഡിതന്മാർ. ഇതിപ്പോൾ ഫ ഹ ഖ അങ്ങനെ പഠിക്കുന്നതിനെ കാട്ടിയും ഫഹസ്സഹു ശഖ്സുൻ സകത്. ഇതിപ്പോൾ അറബി ഭാഷയിൽ എൻ്റെ ഒരു അർത്ഥമുള്ള വാക്കുകളായി നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. ഫഹസ്സഹു ശഖ്സുൻ സകത്. ഇപ്പം നമ്മൾ എഴുതിയത് കൂട്ടി വായിച്ചു നോക്കിയാൽ ഇങ്ങനെ വായിക്കാൻ കിട്ടും. ഫഹസ്സഹു ശഖ്സുൻ സകത്. ഫ ഹ സ ഹ ഷീൻ ഖ സാദ് സീൻ കാഫ് ത. ഇത് നമ്മൾ എങ്ങനെ പരിശോധിക്കുക? ഇത് ഞാനിത് ഉച്ചരിക്കുമ്പോൾ ഹംസ് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ ഈ എത്ര അക്ഷരങ്ങൾ പറഞ്ഞേ? ഫ ഹ ത ഹ ഷീൻ ഖ സാദ് സീൻ കാഫ് ത. 10 അക്ഷരല്ലേ? 10 അക്ഷരമുള്ള അല്ലേ? അപ്പൊ ഈ 10 അക്ഷരം അല്ലാത്തതൊക്കെ എന്തിന്റെ അക്ഷരാണ്? ജഹറിന്റെ അക്ഷരാണ് അല്ലെ? ഹംസിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ജഹർ പറഞ്ഞില്ലേ? ഹംസിന്റെ അക്ഷരാണ് ഈ പറഞ്ഞ 10 എണ്ണം. അപ്പൊ ഇതല്ലാത്തതൊക്കെ എത്ര ഉണ്ടാവും? പിന്നെ ഏകദേശം 17 ഉണ്ടാവും. 17 ആണെങ്കിൽ 18 ആവും. 17 അത് ജഹറിന്റെ അക്ഷരമായിരിക്കും. അപ്പം ഇതിൽ ഹംസ് വരുന്നുണ്ടോ പരിശോധിക്കണം. ഹംസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? അക്ഷരം ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറത്തേക്ക് വരും. കാറ്റ് പുറത്തേക്ക് വരും. അതെങ്ങനെ നമ്മൾ പരിശോധിക്കും? ഈ അക്ഷരത്തിന് സുക്കൂൻ ഇട്ട് നോക്കണം. അതിന് മുമ്പ് ഹംസ ഇട്ട് നോക്കണം. ഏതുപോലെ? അഫ്. അതേപോലെ തന്നെ അഹ്, അസ്, അഹ്. ഈ അക്ഷരങ്ങളൊക്കെ പറയുമ്പോൾ എന്തുണ്ടാവും? അഷ് കാറ്റ് വരും, അഹ് വരും. അപ്പോൾ
കാറ്റിങ്ങനെ പുറത്തേക്ക് പോകുന്ന ജറിയാനുൻ നഫസ്, കാറ്റിങ്ങനെ പുറത്തേക്ക് പോകുന്ന അക്ഷരങ്ങൾ ആണ് ഹംസ്. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ അവസാനം നോക്കിയേ, കാഫും താവും, അതിലെങ്ങനെ കാറ്റ് പുറത്തു പോവുക? പോണം. എങ്ങനെ? അക്ക്. എങ്ങനെയാണ് നിർത്തേണ്ടത്? അക്ക്, അത്ത്, അത്ത്, അക്ക് നിർത്തരുത്. അക്ക് അതും പറ്റൂല. അക്ക് കാറ്റെന്താവണം? പുറത്തു പോകണം. തമാം. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഷെയ്ഖുമാരുടെ ഓത്തുകൾ കേട്ട് നോക്കണം. ഇപ്പോഴത്തെ പുതിയൊരു ഇമാം വന്നിട്ടുണ്ട് മക്കത്ത്, മദീനത്ത്, പിന്നെ അബ്ദുള്ള അൽ ഖുറാഫി എന്ന് പറഞ്ഞിട്ട്, കേട്ടിട്ടില്ലേ? ഖുറാത്തി ഭയങ്കര വൈറലായിട്ട് എല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ ആക്കണേ. ഞാൻ മൂപ്പര് പ്രത്യേകം പറയാൻ കാരണം മൂപ്പര് എനിക്ക് അങ്ങനെ കേട്ടതുണ്ട്. മൂപ്പര് ഉലായിക് എന്ന് പറഞ്ഞിട്ടൊരു വഖഫുണ്ട്, അടിപൊളിയാണ്. കേട്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. മൂപ്പര് ഏതെങ്കിലും ഭാഗത്ത് ഉലായിക്ക് നിർത്തുന്നുണ്ടോ എന്ന് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കേട്ട് നോക്കുമ്പോൾ ഉലായിക്, ആ കാറ്റെന്താവും? പുറത്തു പോകും. എല്ലാ ഹിമാമികളും അങ്ങനെ തന്നെ നിർത്തുക. പക്ഷെ മറ്റേതിൽ തിരിയില്ല. ഇപ്പൊ കാ നീട്ടി പോകുമ്പോൾ അതിൽ നമുക്ക് അറിയില്ല, അത് ഓക്കെ ആണ്. നിർത്തുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഇത് പരിശോധിക്കാൻ പറ്റുള്ളൂ. അതെ അതെ. അപ്പൊ ഇത് ഉണ്ടാവില്ല. അതായത് ഇതിന്റെ അക്ഷരാണിത്. ഇത് വ്യക്തമായി കാണൽ ഇതിലായിരിക്കും. നിർത്തുമ്പോഴേ ഇത് കാറ്റ് പുറത്തു വരുള്ളൂ. സൂര്യന് മാത്രമേ ഉണ്ടാവുള്ളൂ. തമാം. ശരി. അക്ക്. അതേപോലെ തന്നെ അത്ത്. ഏതുപോലെ? ഇദ ശംസു കുവിറത് വഇദ നുജൂമു കദറത്. അതെന്താവണം? കാറ്റ് പോകണം, ശബ്ദം അവിടെ നിൽക്കണം, എന്നിട്ട് കാറ്റ്. അപ്പൊ ഫഹസ്സഹു ശഖ്സുൻ സക്കത്ത്, ഇതാണ് ഹംസിന്റെ അക്ഷരം. ഹംസല്ലാത്ത ജഹ്ർ ഏതായിരിക്കും? കാറ്റ് പുറത്തു പോവില്ല. അബ് പോവില്ല, അജ് പോവില്ല. വേറെ പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, നമ്മൾ അത് പറയുമ്പോൾ കാറ്റ് പോകും. മാലിക് യൗമിദ്ദീൻ എന്നാണ് പറയാ. ശരിക്കും എന്താ വരുന്നത്? അതിന് കാറ്റ് പുറത്തു പോകരുത്. മാലിക് യൗമിദ്ദീൻ ശ്രദ്ധ കൊടുക്കണം, ദീ എന്നാക്കരുത്. മലയാളത്തിൽ ദാക്ക് ഓക്കെ കുഴപ്പമില്ല. പദം എന്ന് പറയുമ്പം നമുക്ക് എന്തുണ്ടാവും? അക്ഷരം ഇങ്ങനെ ഇളകിപ്പോവും. പക്ഷെ അറബിയിലുള്ള ദാ എന്താണ്? ഇമാമികളെല്ലാം ഒത്തെടുത്ത് നോക്കിയോ, ഇത് അറിഞ്ഞിട്ട് നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിയാണല്ലോ ഇവരിങ്ങനെയാണല്ലോ ഓതുന്നത് തോന്നും. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഓതുന്ന മാലിക് യൗമിദ്ദീൻ തന്നെയാണ് എല്ലാവരും ഓതുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബർഹജി നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഉസ്താദ് എന്ന് പറഞ്ഞു, മൂപ്പരുടെ ഫാത്തിഹ എടുത്ത് നോക്കൂ, മൂപ്പരുടെ മാലിക് യൗമിദ്ദീൻ എടുത്ത് നോക്കൂ, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ആ അക്ഷരത്തിന് ഒരു എന്താ പറയാ, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനുണ്ടാവില്ല, അത്ര ക്ലിയർ ആയിരിക്കും. ഷെയ്ഖ് മുഹമ്മദ് ബർഹജിന്റെ ഓത്ത് ഏതായാലും നമുക്ക് ഖിറാഅത്ത് പഠിക്കാനൊക്കെ, തജ്വീദ് പഠിക്കാനൊക്കെ കേൾക്കാൻ പറ്റുന്ന ഖിറാഅത്താണ് ഷെയ്ഖ് മുഹമ്മദ് അൽ ബർഹജി. ഇവരുടെ റെക്കോർഡുണ്ട്, ഖുർആൻ ഫുള്ള് റെക്കോർഡുണ്ട്, കേൾക്കാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പം അത് നമുക്ക് കേട്ടു നോക്കാം, അറിയാൻ വേണ്ടിയിട്ട്, നമുക്ക് പരിശീലിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ദാലിന് എന്ത് വരരുത്? അത്, അത് അല്ല, അത്, അത് എന്ന് പറയുമ്പോൾ കാറ്റ് പുറത്തു വരാൻ പാടില്ല. അപ്പൊ ഹംസിന്റെ അക്ഷരങ്ങൾക്കാണ് പുറത്തു വരിക. ഹംസിന്റെ അക്ഷരം എല്ലാത്തിനും കാറ്റ് എന്താവില്ല, പുറത്ത് ഉണ്ടാവില്ല. പിന്നെ ഹംസിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? ജഹർ. എഴുതിയിട്ടില്ലേ? ഹംസ്, ജഹർ. ഹംസിന്റെ അക്ഷരങ്ങൾ ഏതാന്ന് എഴുതിയല്ലോ അല്ലെ? ഫഹസ്സഹു ശഖ്സുൻ സക്കത്ത്. ഇതിങ്ങനെ തന്നെ വേണം കേട്ടോ. നിങ്ങൾ എപ്പോൾ ഖുർആൻ ഓതുമ്പോഴും ഇത് നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഈ ഫഹസ്സഹു ശഖ്സുൻ സക്കത്ത് എന്നുള്ളത് ഇഫ്ലാക്കിയിട്ട് പോവാവും. നിങ്ങൾ ഇന്ന് തിരിച്ചു പോകുമ്പോൾ കാർന്ന് ഇഫ്ലാക്കിക്കോ, ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല. രണ്ടാമത്തത് ഷിദ്ദ, റഖാവ. ഷിദ്ദ അതായത് ഈ ഹംസ് എന്ന് എഴുതിയില്ലേ, അതിന്റെ നേരെ താഴത്ത് ഷിദ്ദ എന്ന് എഴുതുക, എന്നിട്ട് ജഹറിന്റെ താഴെ റഖാവ എന്ന് എഴുതുക. അഥവാ ഷിദ്ദത്തിന്റെ ഓപ്പോസിറ്റ് ആണ് റഖാവ. ഷിദ്ദ, ഷിദ്ദത്ത്, ഷിദ്ദത്ത്, ഷിദ്ദത്തില്ല ശക്തിക്ക് പറയുന്ന ഷിദ്ദത്ത്, കഠിനമായെന്ന് പറയുന്ന ഷിദ്ദത്ത്. ഷിദ്ദ അതിന്റെ ഓപ്പോസിറ്റ് റഖാവ. അതിന്റെ അർത്ഥം അങ്ങനെ തന്നെ. ഷിദ്ദ എന്ന് പറഞ്ഞാൽ കടുപ്പുള്ളത്, റഖാവ എന്ന് പറഞ്ഞാൽ ലഘുവായത്. തമാം. ഷിദ്ദ അതിന്റെ ഓപ്പോസിറ്റ് റഖാവ. റ ഖാ വ, വാവു പിന്നെ ഹാത്ത, റഖാവ. ഷിദ്ദ, റഖാവ. ഓക്കെ. എന്താണ് ഷിദ്ദ എന്ന് പറഞ്ഞാൽ? ഇൻഹിബാസു സൗത്ത് ഇൻദ നുത്ഖ് ബിൽ ഹർഫ്. ശബ്ദം നിലക്കണം, ശബ്ദം കട്ടാവണം. ഷിദ്ദന്റെ അക്ഷരങ്ങൾ പറയുമ്പോൾ ശബ്ദം കട്ടാവണം.
റഖാവിന്റെ അക്ഷരം പറയുമ്പോഴോ ശബ്ദം കട്ടാവാൻ പാടില്ലതാണ്. ശബ്ദം തുടർന്നു പോകണം. അഫ് ശബ്ദം തുടർന്നു പോകുന്നില്ലേ? ഷിദ്ദന്റെ അക്ഷരം പറയുമ്പോൾ തുടർന്നു പോകാൻ പാടില്ല, ശബ്ദം കട്ടാവണം. ഏതൊക്കെയാണ് അക്ഷരം? ഒന്ന് ഹംസ. ഹംസ അത് നമുക്ക് പരിശോധിക്കാൻ പറ്റുന്നത് അവസാനത്തിലാണ്. ഇപ്പൊ അൽ മല, അൽ മല എന്നുള്ളിടത്ത് അൽ മല എന്നെന്താക്കണം? നിർത്തണം. മാഷാ, മാഷാ പറ്റൂല. മാഷാ ശബ്ദം എന്താവണം? കട്ടാവണം. മാഷാ. ഖലാസ്. അപ്പം ഒന്നാമത്തത് ഹംസ. രണ്ടാമത്തത് ജീം. വസ്സമാഇ ദാതിൽ ബുറൂജ് ശബ്ദം കട്ടാവണം. ജ് ശബ്ദം കട്ടാവണം. ബുറൂജ് പിന്നെ കൽക്കലുണ്ട്. ബുറൂജ് കൽക്കലുണ്ട്, പക്ഷെ ശബ്ദം നീണ്ടു പോവില്ല. അഫ് പോലെ അസ് പോലെ ശബ്ദം നീണ്ടു പോവില്ല. പറ്റൂല, പറയാൻ കഴിയൂല. അങ്ങനെ കിട്ടൂല. ചിലപ്പോ ചിലത് നമുക്ക് കിട്ടും, ചിലത് നമുക്ക് നീളുന്നത് നമുക്ക് പറ്റും, ചിലത് എന്താവില്ല നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയാത്തതായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇതിന്റെ സിഫത്തായി വന്നത്. ഞാൻ റഖാവ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള റഖാവിന്റെ നോക്കിയോക്കെ. അഫ്, അഹ്, പിന്നെ പിന്നെ ഖുർആനിലുണ്ട്, ഇതൊക്കെ ഉണ്ട് ഈ അക്ഷരം. അതായത് പിന്നെ റഖാവിന്റെ അക്ഷരങ്ങളുണ്ട്. ഷിദ്ദന്റെ അക്ഷരങ്ങൾ നമുക്ക് അല്ലാണ്ട് ഇപ്പോ എങ്ങനെ പോകുക? നൂന് നമുക്ക് ഇത് രണ്ടിലും പെടാത്ത അക്ഷരം, അത് പറയാണ് ഇപ്പൊ ഐഷ പറയും. അപ്പൊ പിന്നെ ഷിദ്ദന്റെ ഒരക്ഷരം പറഞ്ഞു ഹംസ, ഷാ നിർത്ത. ഓക്കെ. പിന്നെ ജീം, ബുറൂജ് നിർത്തി. പിന്നെ പിന്നെ ഹജ്ജ്, പിന്നെ ദാല് അവസാനിക്കുമ്പോഴേ ഇതൊക്കെ പ്രകടമാവുള്ളൂ. അല്ലാത്തപ്പോ നമ്മൾ ഹർക്കത്തിട്ടങ്ങ് പോവല്ലേ, അപ്പൊ ഓക്കെയാണ്, പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അജി ദാല്, ദാല് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടും. അവസാനത്തിലേക്ക് പറഞ്ഞു നോക്കുമ്പോൾ എന്താ വരുന്നത്? നമുക്ക് നീട്ടി പറയാൻ കഴിയില്ലല്ലോ. ഇത് ശബ്ദം സ്റ്റോപ്പ് ആവും. ശബ്ദം സ്റ്റോപ്പ് ആവാതെ ദാല് പറയാൻ കഴിയില്ല. നിർത്തുമ്പം സുക്കൂനിട്ട് പറയുമ്പം ആവൂല, അത് അത്രേ ആവുള്ളൂ. അപ്പൊ അജിദ്, അലിഫ്, ജി, ഹംസ, ജീം, ദാല്. പിന്നെ ഖാഫ്, അഖ്, ഖാഫ്, ഖാഫ്, അഖ് എന്താവും? ഷിദ്ദന്റെ അക്ഷരാണ്. ഹംസ, ജീം, ദാല്, ഖാഫ്, അജിദ്, ഖത്ത്, ത, അത്ത്, അത്ത്, അത് നമുക്ക് നീട്ടി പറയാൻ കഴിയില്ല, ആവൂല. ശബ്ദം നമുക്ക് അങ്ങനെ തുടർച്ച പോകാൻ കഴിയില്ല, ശബ്ദം നിൽക്കും. അത്ത്, അജിദ്, ഖത്ത്, അബ്, ബ, ത കഴിഞ്ഞിട്ട് ബ, അബ് തുടർത്താൻ കഴിയില്ല. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പിന്നെ കൽക്കല വരും. കൽക്കല വേറെ കൽക്കല ഒരു സിഫത്താണ്. അപ്പോൾ ഒരക്ഷരത്തിന് തന്നെ ഒന്നിൽ കൂടുതൽ സിഫത്ത് ഉണ്ടാവും. ഇപ്പൊ തന്നെ നോക്കിക്കോ, അടുത്തിപ്പോ നമ്മൾ പറയുന്നത് ഇപ്പം അജിദ്, ഖത്ത്, ബ പറഞ്ഞില്ലേ, അടുത്തത് കത്ത്, ക, ത. അജിദ്, ഖത്ത്, ബക്കത്ത്. അല്ലോ എത്ര അക്ഷരമുള്ള? 1 2 3 4 5 6 7 8 അല്ലേ? ഇത്രയും അക്ഷരങ്ങള് ഷിദ്ദന്റെ അക്ഷരങ്ങളാണ്. ഷിദ്ദന്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താവണം? ശബ്ദം മുറിയാണ് വേണ്ടത്. ഷാ, അജ്, അത്, അഖ്, അത്ത്, അബ്, അക്. അത് നോക്ക്. ഇപ്പൊ നോക്കിയേ, നമ്മൾ ജീമ് പറഞ്ഞപ്പം അജ് എന്ന് പറഞ്ഞു, ദാല് പറഞ്ഞപ്പം അത് എന്ന് പറഞ്ഞു, ഖാഫ് പറഞ്ഞപ്പം അഖ് എന്ന് പറഞ്ഞു, ഖാ പറഞ്ഞപ്പം അത്ത് എന്ന് പറഞ്ഞു, ബ പറഞ്ഞപ്പം അബ് എന്ന് പറഞ്ഞു. കാഫ് പറയുമ്പം അക്ക് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം അതിലെന്തില്ല? കൽക്കലില്ല. കൽക്കൽ നമ്മളിനി പറയാൻ പോകുന്ന സിഫത്താണ്. അപ്പോ ഈ ഖാഫിനും താഇനും ബാഇനും ജീമിനും ദാലിനും ഒക്കെ എന്തുണ്ട്? കൽക്കല എന്നുള്ള സിഫത്ത് ഉണ്ടായതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? അജ്, അത് എന്ന് പറയാം. പക്ഷെ കാഫിന് അതില്ല, താഇനും അതില്ല. പക്ഷെ അവിടെ ശബ്ദം നിൽക്കും. അക്, അത്ത്, തമാം, അക്, അത്ത്.
എന്തുകൊണ്ട്? ഇത് റഖാവന്റെ അക്ഷരാണ്, അല്ലെ സോറി, പിന്നെ ഹംസിന്റെ അക്ഷരാണ്. ഹംസിന്റെ അക്ഷരാണ്ട് കാറ്റ് പുറത്തു പോകും. നേരത്തെ പറഞ്ഞ ജീമ്, ദാല്, ഖാഫ്, താ ഇതൊന്നും എന്തിന്റെ അക്ഷരമല്ല? ഹംസിന്റെ അല്ല, എല്ലാം ജഹറിന്റെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്തുണ്ടാവില്ല? കാറ്റുണ്ടാവില്ല, ശബ്ദം നിൽക്കും, കാറ്റ് പുറത്തു പോകില്ല. പക്ഷെ കാഫിനും തായിനും ശബ്ദം നിൽക്കണം, കാറ്റ് പുറത്തു പോകണം. കാരണം ഇത് രണ്ടും ഹംസിന്റെ അക്ഷരം കൂടിയാണ്, പിന്നെ അതേപോലെ ഷിദ്ദന്റെ അക്ഷരം കൂടിയാണ്. അക്, അത്ത്. നമുക്കിപ്പോൾ എന്താ പറയുക, ഇത് ഭയങ്കര സംഭവമല്ല, ഇത് ഇങ്ങനെയാണെന്നെല്ലാം തോന്നില്ലേ? പക്ഷെ എന്താ അറിയോ, ഓതി തുടങ്ങിയ ഓക്കെ ആണ്, കാരണം നമ്മ അങ്ങനെ ഓതുന്നത് ശരിയാന്ന്. ഇത് ജസ്റ്റ് ഇത് ഇങ്ങനെ അറിയാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചൊരു ശ്രദ്ധയും. മനസ്സിലായില്ലേ? ഇതിപ്പോൾ നമുക്ക് കേൾക്കും, ഇത് അങ്ങനെയാ ഒരക്ഷരത്തിന്. ഇപ്പം ഏറ്റവും കൂടുതൽ സിഫത്ത് ദാദിനുള്ളത്. അതെ, 7 സിഫത്തുകൾ ഉണ്ടാവും. കാരണം ദാദിന് മാത്രമുള്ള സിഫത്തുകളുണ്ട്. അപ്പം ഇതെല്ലാം ഇങ്ങനെ പഠിക്കുക. ശരിക്കും അങ്ങനെ ഇല്ല, 5 സിഫത്ത് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. ഈ 5 ഓപ്പോസിറ്റ് പഠിച്ചാൽ ആയി. പിന്നെ കൂടുതലുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഷിദ്ദ പറഞ്ഞു. ഷിദ്ദന്റെ ഓപ്പോസിറ്റ് ഏതാന്ന് പറഞ്ഞു? റഖാവ. ഇതിന് രണ്ടിന്റെ ഇടയിലുണ്ട്, അതിന് തവസ്സുത്ത് എന്ന് പറയും. ഷിദ്ദ പറഞ്ഞാൽ കടുപ്പുള്ളത്, പിന്നെ റഖാവ പറഞ്ഞാൽ എളുപ്പമുള്ളത്. അതായത് ഇങ്ങനെ ശബ്ദം നിർത്താതെ പോകുന്നത്. അഫ്, അൽ, അസ്, അസ്, അഷ്, അസ്. മനസ്സിലായില്ലേ? ഔ, ബാദിന് പോവും, ഔ പോകാൻ പറ്റും, ഔ ദാലിന് പോവും, വാഇന് പോവും, ഒക്കെ പോവും. അതിന്റെ ഇടയിലുള്ള തവസ്സുത്തിന്റെ അക്ഷരങ്ങളുണ്ട് 5. ലിൻ ഉമർ, ലിൻ ഉമർ, ലാം, നൂൻ, ഐൻ, മീം, റാ. ഇത് 5 ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് തുടർത്താൻ പറ്റുമല്ലോ. അൽ പറ്റുന്നുണ്ട്, അൻ പറ്റുന്നുണ്ട്, പക്ഷേ പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ചു. പല കാരണങ്ങൾ അതിന് പറയുന്നുണ്ട്. എന്തായാലും ഷിദ്ദയിലും റഖാവിന്റെയും ഇടയിലുള്ള അക്ഷരങ്ങളാണിത്. ഏതൊക്കെയാണ്? ലിൻ ഉമർ, ലാമ്, നൂന്, ഐൻ, മീം, റാ. അപ്പൊ റായിന്റെ ഒക്കെ കാരണം നമുക്ക് വ്യക്തമാണ്. കാരണം റായില് അർ എന്ന് പറയാൻ പറ്റുന്നുണ്ട്, പക്ഷേ അതിന് തക്രീർ എന്നാണ് പറയാ. തക്രീർന്നോ അല്ലെങ്കിൽ തക്രാർ എന്നോ പറയാം, അഥവാ നാവ് ഇങ്ങനെ ചലിപ്പിക്കുന്നതിന്. അപ്പൊ അത് എങ്ങനെ ചെയ്യണം എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലവർ അതില് കടുംപിടുത്തം പിടിക്കും. അപ്പം അർ, അപ്പൊ അർ റഹ്മാനി എന്നായിരിക്കും ഒരു പഠിപ്പിക്കുക. ചിലവർ തക്രീർ തീരെ ഇല്ലാതാക്കും. അപ്പൊ അർ റഹ്മാനി നാവും, അതായത് നാവ് തീരെ അനങ്ങാതെ. റാന്റെ തഫ്ഹീമിനുണ്ട്. അതെ, പക്ഷെ തക്രീർ എപ്പോഴും ഉണ്ടാവും. തക്രീർ ഈ സിഫത്ത് എപ്പോഴും ഉണ്ട്. ഇപ്പം നമ്മൾ റാ കൊണ്ടുള്ള തുടങ്ങിയാണ്. ഇപ്പം ഉദാഹരണം കല്ലാബൽ റാന അലാ ഖുലൂബിഹിം, അവിടെ എന്തുണ്ട്? തക്രീർ ഉണ്ട്. റാ മറിച്ച് മറ്റേ തക്രീർ തീരെ ഇല്ലാണ്ടായാലും എങ്ങനെയാവും? കല്ലാബൽ റാന അലാ ഖുലൂബി. ചിലർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുന്ന കേൾക്കാം. തെറ്റാണ്. കാരണം റായിന്റെ സിഫത്ത് കൊടുക്കാതെയാണ് ഓതുന്നത്. തക്രീർ എന്നുള്ള സിഫത്ത് കൊടുക്കണം റായിന്. അതെന്താണ്? ഈ നാവ് ചലിപ്പിക്കലാണ്. അപ്പം പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് അധികമാക്കാനും പാടില്ല, തീരെ ഇല്ലാതാക്കാനും പാടില്ല. തീരെ ഇല്ലാതാക്കിയാൽ എന്താ പറ്റുക വെച്ചാൽ റാ ഷിദ്ദന്റെ അക്ഷരത്തിലേക്ക് വിടും, അഥവാ അർ എന്ന് പറഞ്ഞിട്ട് തക്രീർ ഇല്ലാണ്ട്. തക്രീർ കൂടുതൽ കൊടുത്താലോ അത് റഖാവിന്റെ അക്ഷരത്തിലേക്ക് പോകും, അർ. അപ്പൊ ഇത് രണ്ടും അല്ല, അതിന്റെ ഇടക്കാണ് എന്ത്? റാ. അപ്പൊ അതേപോലെ തന്നെ പിന്നെ ലാമ്, നൂന്, ഐന്, മീമ്, റാ, ഈ 5 അക്ഷരങ്ങൾ പണ്ഡിതന്മാര് തവസ്സുത്തിലാണ് എണ്ണിയിട്ടുള്ളത്. തവസ്സുത്ത് അറിഞ്ഞു നിന്നാ മതി. കാരണം നമുക്ക് അങ്ങനെ നമ്മൾ ഉച്ചരിക്കുള്ളൂ. നമ്മൾ അധികം എന്താക്കണ്ട, മഷ്ക് ചെയ്യേണ്ട കാര്യമില്ല. അതങ്ങനെ നമ്മൾ ഉച്ചരിക്കുള്ളൂ. റായിൽ മാത്രം എന്താക്കണം? തക്രീറിന്റെ കാര്യം ശ്രദ്ധിക്കണം. അത് ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് പറയും. അപ്പൊ ഇപ്പം ഓപ്പോസിറ്റുള്ള 2 സിഫത്തുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹംസ്, ജഹർ, ഷിദ്ദ, റഖാവ. തക്രീർ എന്ന് പറഞ്ഞാൽ ആവർത്തിക്കാന്ന് ശരിക്കും അർത്ഥം. അപ്പൊ നാവിന്റെ ഈ അറ്റം ഇങ്ങനെ ചലിപ്പിക്കുന്നതിനാണ്, അതിങ്ങനെ വിറപ്പിക്കൂലേ, റാ പറയുമ്പോൾ ഒന്ന് വിറക്കൂലേ, അതിനാണ് തക്രീർ എന്നുള്ള സിഫത്ത്. അപ്പൊ അത് റായിന് കൊടുക്കണം. കൊടുക്കുന്നത് വളരെ ലഘുവായ രീതിയിൽ. അത് തീരെ ഇല്ലാണ്ടാവാനും പാടില്ല, എന്നാൽ കൂടാനും പാടില്ല, ഇടയിലാവണം തക്രീർ കൊടുക്കേണ്ടത്. ഷിദ്ദ റഖാവ കഴിഞ്ഞിട്ട് ഇസ്തിഅലാഉം ഇസ്തിഫാലും. ഇസ്തിഅലാ മൂന്നാമത്തെ സിഫത്താണ്. ഓപ്പോസിറ്റുള്ള മൂന്നാമത്തെ സിഫത്ത് ഇസ്തിഅലാ
പിന്നെ ഓപ്പോസിറ്റ്, അതിന്റെ ഓപ്പോസിറ്റ് ഇസ്തിഫാൽ. ഇസ്തിഅലാ, ഇസ്തിഫാൽ. അതിലെ ഇസ്തിഅലാ, ഇസ്തിഫാൽ. ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ ഏതൊക്കെ നമുക്കറിയുന്നതാണ്. ഇസ്തിഅലാന്റെ അക്ഷരങ്ങളാണ് ഖുസ്സ, ദഗ്തിൻ, ഖിദ്. പഠിച്ചിട്ടില്ലേ നമ്മള്? ഖുസ്സ, ദഗ്തിൻ, ഖിദ്. എത്ര അക്ഷരം? ഖ, പിന്നെ സാദ്, ദാദ്, ഗൈൻ, ത, ഖാഫ്, വ. ഖ, പിന്നെ സാദ്, പിന്നെ ദാദ്, പിന്നെ ഗൈൻ, ഖുസ്സ, ദഗ്തിൻ, ത എഴുതിയോ? ഗൈന് കഴിഞ്ഞിട്ട് ത എഴുതിയോ? പിന്നെ ഖാഫ്, പിന്നെ ദാദ് ആദ്യം എഴുതി, ഇപ്പൊ ഖുസ്സ, ദഗ്തിൻ, ഖിദ്. എത്ര അക്ഷരങ്ങൾ? 7 അക്ഷരങ്ങളല്ലേ ഉള്ളത്? 7 അക്ഷരമായില്ലേ? ഈ അക്ഷരങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണ്? നാവിനെ ഉയർത്തിപ്പിടിക്കണം. ഈ അക്ഷരങ്ങൾ പറയുമ്പോൾ നാവിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മുകളിലോട്ട് പൊങ്ങിയിട്ടുണ്ടാവും. ഹ, സ, വ, ഗ, ത. ഇതിലൊക്കെ പിന്നെ നാവിന്റെ ഒന്നെങ്കിൽ അങ്ങേ അറ്റ ഭാഗമോ ഏതെങ്കിലും ഭാഗം മുകളിലോട്ട് ചേർന്നിട്ടായിരിക്കും ഉണ്ടാവുക. ഇതല്ലാത്തതിന് നാവ് താഴ്ത്തി പിടിച്ചാൽ മതി. ഇത് നമ്മൾ പണിയെടുക്കുക എന്താ വെച്ചാൽ ആ കട്ടി കൊടുക്കാനുള്ള പണി നമ്മൾ എടുക്കണം. ഹ എന്ന് പറയുമ്പോൾ ഹ എന്ന് പറയാതെ ഹ എന്ന് പറയാൻ ശ്രദ്ധിക്കണം. ഖ എന്ന് പറയാതെ ഖ എന്ന് പറയാൻ ശ്രദ്ധിക്കണം. പിന്നെ ഖാഫിന്റെ ഒക്കെ മഖ്റജ് തന്നെ അങ്ങനെ തന്നെയാണ്, മുകളിൽ തട്ടണം എന്നാലേ ഖാഫ് വരൂ. ഖുസ്സ, ദഗ്തിൻ, ഖിദ്. ഖ പറയുമ്പോൾ നാവിന്റെ അങ്ങേയറ്റം മുകളിലോട്ട് പൊന്തും. ഖ പറയുമ്പോഴും ഖ പറയുമ്പോഴും നാവിന്റെ അങ്ങേയറ്റം മുകളിലോട്ട് പൊന്തും, അഥവാ അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കും. ഇതല്ലാത്ത ബാക്കി എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാന്റെ അക്ഷരങ്ങളാണ്. സാധാരണ പറഞ്ഞാൽ മതി. അ, ബ, ത, സ, ജ, ഹ. ഹ പറയുന്ന പോലെയാണോ ഖ പറയല്ല. ഹ, ഖ. ഖായിനെന്തുണ്ട്? കട്ടിയുണ്ട്. അതിന് ഇസ്തിഅലാന്റെ അക്ഷരം എന്നാ പറയാ. ഇസ്തിഅലാ. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇസ്തിഫാൽ. ഇസ്തിഅലാ, ഇസ്തിഫാൽ. ഖുസ്വ. പിന്നുള്ളത് ഇത്ബാഖും ഇൻഫിതാഹും. ഇത് പ്രത്യേക ബുദ്ധിമുട്ടുള്ള സംഭവമല്ല. ഈ ഇസ്തിഅലാന്റെ അക്ഷരം പറഞ്ഞതിൽ തന്നെ 4 അക്ഷരം, അത് കുറച്ച് കൂടുതൽ നാവ് മുകളോട്ട് ഒട്ടി നിൽക്കും. ഏത്? സ്വാദ്, ദാദ്, ത, വ. അത് വേറെ പ്രത്യേകിച്ച് പണിയുള്ള കാര്യമൊന്നുമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അഥവാ ഇസ്തിഅലായിൽ പെട്ട 4 അക്ഷരം ഏതൊക്കെ ഒഴിവ്? ഖ ഒഴിവ്, അതേപോലെ തന്നെ ഗൈൻ ഒഴിവ്, പിന്നെ ഖാഫ് ഒഴിവ്. ബാക്കി 4 സ്വാദ്, ദാദ്, ത, വ. ഈ 4 അക്ഷരമാണ് ഇത്ബാഖ്. ഇത്ബാഖ് എന്ന് വെച്ചാൽ ചേർത്തി വെക്കുക എന്നർത്ഥം, വാക്കർത്ഥം. ഇത്ബാഖ്. ഹംസ, ത, ബ, അലിഫ്, ഖാഫ്. ഇത്ബാഖ്. ഇത്ബാഖിന്റെ അക്ഷരങ്ങൾ 4 എണ്ണം. സ്വാദ്, ദാദ്, ത, വ. ബാക്കി എല്ലാ അക്ഷരങ്ങളും ഇൻഫിതാഹാണ്. ഇത്ബാഖിന്റെ ഓപ്പോസിറ്റ് ഇൻഫിതാഹ്. ഇൻഫിതാഹ് എന്ന് പറഞ്ഞാൽ തുറന്നു വെക്കുക എന്നർത്ഥം. തുറന്നു വെക്കുക. ഇത്ബാഖിൽ നാവ് മുകളിലോട്ട് ചേർത്തി വായ അടച്ചു വെക്കും, ത എന്ന് പറയുമ്പോൾ മുകളിലോട്ട് ചേർത്തിട്ട്. ഇൻഫിതാഹിൽ നാവ് തുറന്നു വിടും. ബാക്കിയുള്ള അക്ഷരങ്ങൾ പറയുമ്പോൾ നാവ് മുകളിലോട്ട് അങ്ങനെ എന്താക്കണ്ട, ഒട്ടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഈ അക്ഷരങ്ങൾ പറയുമ്പോൾ നാവിന്റെ അധിക ഭാഗവും മുകളിലോട്ട് ചേർന്നേക്ക് നിൽക്കുക. സ്വാദ്, ദാദ്, ത, വ. 4 അക്ഷരം ഇത്ബാഖിനുള്ളതാണ്. അതായോ? അതായത് എഴുതിയില്ലേ? അപ്പം 8 സിഫത്തുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 4 എണ്ണം പഠിച്ചാൽ മതി, ബാക്കി അതിന്റെ ഓപ്പോസിറ്റാണ്. ഏതൊക്കെ? ഹംസ് ഓപ്പോസിറ്റ് ജഹർ,
ഷിദ്ദ ഓപ്പോസിറ്റ് റഖാവ, ഇസ്തിഅലാ ഓപ്പോസിറ്റ് ഇസ്തിഫാൽ, ഇത്ബാഖ് ഓപ്പോസിറ്റ് ഇൻഫിതാഹ്. ഇൻഫിതാഹ് ഫതഹയിൽ നിന്നാണ് ഇൻഫിതാഹ്, തുറന്നു വെക്കുക. പിന്നെ ഒരു സിഫത്ത് ഉണ്ട്, അത് നമ്മൾ എന്താക്കണമെന്നില്ല, പഠിക്കണ്ട. കാരണം അത് പിന്നെ തജ്വീദുമായി ബന്ധപ്പെട്ടല്ല. പണ്ഡിതന്മാരെ എണ്ണിയപ്പം കൂട്ടത്തിൽ എണ്ണിയതേ ഉള്ളൂ. തജ്വീദുമായി ബന്ധപ്പെട്ട അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താക്കാം, സ്കിപ്പ് ചെയ്യാം. ഇസ്മാത്തും ഇദ്ലാഖും നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ അക്ഷരങ്ങൾ ഏതാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് മാറ്റം വരുത്താനുമില്ല, അറിയാത്തതുകൊണ്ട് നമുക്കൊന്നും വ്യത്യാസമില്ല. അതുകൊണ്ട് ഈ 8 സിഫത്തുകൾ എന്താക്കണം, ഓപ്പോസിറ്റുള്ള സിഫത്തുകൾ. ഇതെങ്ങനെയാണ്, അറബിയിൽ ഏത് അക്ഷരം എടുത്താലും ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പെടും. ഇപ്പുറത്ത് പെടാത്തത് ഇപ്പുറത്ത് പെടും. ഷിദ്ദയിനും റഖാവിലും ഒരു വ്യത്യാസമുള്ള വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് തവസത്ത് പറഞ്ഞിട്ടൊരു സിഫത്ത് ഉണ്ടായതുകൊണ്ട് ലിനുമർ അതിലേക്ക് പെടുക, ബാക്കി ഏതെങ്കിലും അപ്പുറം ഇപ്പുറമായിട്ട് എന്താക്കും, പെടും. അപ്പോൾ 8 സിഫത്ത് ഓക്കെ ആയല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു 7 സിഫത്ത് ഉണ്ട്, അതിന് ഓപ്പോസിറ്റ് ഇല്ല. ഇത് ചില അക്ഷരങ്ങൾക്ക് മാത്രമുള്ളതാണ്, ചില അക്ഷരങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതിൽ ഒന്നാമത്തേതാണ് സൊഫീർ. സൊഫീർ ഈ ചൂളം വിളിയില്ലേ, മിസിൽ ഒതൂലേ, അതിനാണ് സൊഫീർ എന്ന് പറയാം. അപ്പോൾ ഈ കിളീൻ്റെ ഒച്ച, അതിനോട് സദൃശമായ ശബ്ദം വരും. 3 അക്ഷരങ്ങൾക്ക് അതുള്ളത്. സൊഫീർ സ്വാദാണ്. സൊഫീർ 3 അക്ഷരങ്ങൾക്കുള്ളത്. ഏതൊക്കെയാണ് അക്ഷരം? സ്വാദ്, സായ്, സീൻ. സ്വാദ്, സായ്, സീൻ. ഈ 3 അക്ഷരങ്ങൾക്ക് സൊഫീർ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ പിന്നെ മിണ്ടാണ്ട് നിന്നിട്ട് സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ കേട്ടിട്ടില്ലേ, ഈ ശബ്ദം വരുന്ന സിഫത്താണ്. അതേപോലെ സ്വാദ് പറയുമ്പോൾ സ്വല 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 എന്ന് പറയുമ്പോൾ ആ ശബ്ദം വരും. അതേപോലെ തന്നെ ഉണ്ടെന്നുള്ള സക്കാത്ത് 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 എന്ന് പറയുമ്പോൾ ആ എന്താക്കണം, ആ ഒച്ച വരും. സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ വരുന്ന പോലത്തെ ആ ഒച്ച പറയുമ്പോഴും എന്താവും, ഉണ്ടാവും. സൊഫീർ. ഓക്കെ. ബാക്കിയുള്ള ഒരക്ഷരത്തിനും എന്തില്ല, ഈ സിഫത്തില്ല, എന്നുള്ള ശബ്ദം വരൂല. ചൂടൻവിളിൻ്റെ ശബ്ദം. സൊഫീർ, സ്വാദ്, സായ്, സീന്, 3 അക്ഷരം. പിന്നെയുള്ളതാണ് കൽക്കല. കൽക്കല എത്ര അക്ഷരത്തിനുണ്ട്? 5 അക്ഷരം. ഏതൊക്കെയാണ്? കുത്തുബ് ജദ്, നമ്മൾ പണ്ടേ പഠിച്ചതാണ്. കുത്തുബ് ജദ്. ഈ 5 അക്ഷരത്തിന് കൽക്കല ഉണ്ട്. പിന്നെ ഉള്ളതാണ് കൽക്കല. ഖാഫ് ലാമ് ഹാത്ത, കൽക്കല. സൊഫീർ, കൽക്കല. പിന്നെ ഉള്ളത് ഒന്ന്, ഈ കൽക്കല എങ്ങനെയാണെന്ന് അറിയില്ലേ? എന്താണ് ചെയ്യേണ്ടത്? അത് സുക്കൂന് വരുമ്പോൾ പിന്നെ ഒരു കട്ടി കൂട്ടി പറയണം. എങ്ങനെ? ഉദാഹരണം, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. നടുവിൽ അപ്പൊ കൽക്കല 2 ഉണ്ടാവും. കൽക്കല കുബ്ര, സുഗറ ഉണ്ടാവും. കുബ്ര ആവുന്നത് പിന്നെ അവസാനത്തിലാണെങ്കിൽ, മൗഖൂഫ് അലൈഹി ആണെങ്കിൽ കുബ്രയാവും, ഇടയിലുള്ള അക്ഷരാണെങ്കിൽ സുഗറയാവും. വജ്തനിബു ത്വാഗൂത്ത്, അതിലെവിടെ? അത് ദമ്മല്ല, സുക്കൂനുള്ളതായിട്ട് പറയും. സുക്കൂനുള്ളത് ഇപ്പൊ ഉദാഹരണം ജീം. അയ്യോ, അഹ്സൻ. അപ്പം ഫജ്തനിബു ത്വാഗൂത്ത്. അപ്പൊ അതില് പിന്നെ അവസാനം വരുന്ന പോലെ എന്തുണ്ടാവില്ല, കൽക്കല ഉണ്ടാവില്ല. മൗഖൂഫ് അലൈഹി ആകുമ്പോൾ കൽക്കല കുബ്രാന്നും, ഇടയിൽ വരുന്നതാണെങ്കിൽ കൽക്കല സുഗ്റാന്നും പറയും. ഇപ്പൊ സൂറത്ത് മസ്ജിദിൽ തന്നെ അതിന് ഉദാഹരണം ഉണ്ടെന്ന് തോന്നുന്നു. ഹബലുൻ. ഒരാൾക്ക് ഹബ്ലുൻ എന്ന് ഓതിയാ ചെയ്യാൻ പാടില്ല. മറിച്ച് എന്താക്കണം, കൽക്കല കൊണ്ടുവരണം. ബാഇന് ഹബലുൻ മിൻ മസദ്, ദാലും ശ്രദ്ധിക്കണം. അപ്പൊ കുത്തുബ് ജദ് അത് കൽക്കലന്റെ അക്ഷരം. ആദ്യത്തെ സൊഫീർ, പിന്നെ കൽക്കല. പിന്നെ ഉള്ളത് നോക്കിയേ, ഇൻഹിറാഫ്. ഇത് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇൻഹിറാഫ് ഇല്ലാതെ ഈ 2 അക്ഷരം പറയാൻ കഴിയില്ല, ലാമും റാവും. അത് പിന്നെ നാവിൽ നിന്ന് ഇൻഹിറാഫ് എന്ന് പറഞ്ഞാൽ എഴുതി പോവാന്നർത്ഥം. അഥവാ അത് കുറച്ച് പിന്നെ മുത്തഖസ്സിങ്ങൾ മാത്രം നോക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ നാവിൽ നിന്ന് മഖ്റജ് തെന്നി മാറുന്നുണ്ട്. അത് അങ്ങനെ സംഭവിക്കുള്ളൂ, നമുക്ക് അങ്ങനെ അല്ലാതെ പറയാൻ കഴിയില്ല. അപ്പം ലാമിനും റായിനും ഇൻഹിറാഫ് എന്നുള്ളൊരു സിഫത്ത് ഉണ്ട് എന്ന് മാത്രം പഠിച്ചു വെക്കുക. ഇൻഹിറാഫ് എന്നുള്ള സിഫത്ത് ഉണ്ട്. ഇൻഹിറാഫ്
അലിഫ് നൂന് ഹ റ അലിഫ് ഫ ഇൻഹിറാഫ്. അതുള്ളത് രണ്ടക്ഷരം ലാം റ, ലാം റ രണ്ടക്ഷരത്തിനാണ് ഇൻഹിറാഫ് ഉള്ളത്. പിന്നെ ഉള്ളത് ലീൻ. ലീൻ നമ്മൾ കേട്ടതാണ്. ലീൻ എവിടെയാ കേട്ടെ? മദ് ലീൻ കേട്ടിട്ടില്ലേ? മദ് ലീൻ എന്താ സംഭവം? മദ് ലീൻ എന്ന് വെച്ചാൽ ഫത്ഹിന് ശേഷം വാവോ യാവോ സുക്കൂനോട് കൂടി വരിക. അസ്സൈഫ്, അൽ ഖൗഫ്, ആ സംഭവം ഉണ്ടല്ലോ, ആ ശബ്ദം വരുന്നുണ്ടല്ലോ, അൽ ഖൗഫ്, അസ്സൈഫ്, ഇതിനാണ് ലീൻ എന്ന് പറയാം. ഇത് പണ്ഡിതന്മാരൊരു സിഫത്തായി എണ്ണീന്. ലീൻ എന്നുള്ള ഒരു സിഫത്ത് അത് രണ്ടക്ഷരത്തിനാ വരിക. ഏതിനൊക്കെ? യാഇനും വായിനും വരും. എപ്പോ? അതിന് മുമ്പുള്ളത് ഫത്ഹാവുകയും യാവും വാവും സാക്കിനായി വരികയും ചെയ്താൽ ലീൻ എന്നുള്ള സിഫത്ത് ഉണ്ടാവും. അത് ഏതാണ്? ഈ സ്വൈ പിന്നെ ഹൗ എന്ന് വരുന്നതിനാണത്. പക്ഷെ ഒരു സിഫത്തായി എണ്ണീട്ടുണ്ട്. സിഫത്ത് ലീൻ അത് ഉണ്ടാവുന്നത് വാവിനും യായിനും സാക്കിനായി വരുമ്പോൾ അതിന് മുമ്പ് ഫത്ഹാണെങ്കിൽ. പിന്നെ ഉള്ള 3 സിഫത്തുണ്ട്. ഇപ്പൊ നമ്മൾ 4 പറഞ്ഞു. സൊഫീർ പറഞ്ഞു, കൽക്കല പറഞ്ഞു. സൊഫീർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, കൽക്കല നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻഹിറാഫ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ലാതെ അങ്ങനെ ഓതാൻ പറ്റുള്ളൂ. പിന്നെ ഇൻഹിറാഫ് കഴിഞ്ഞിട്ട് ലീന് പറഞ്ഞു. ലീന് വാവും യാവും സാക്കിനായി വരിക. പിന്നെ ഉള്ളത് തക്രീർ, ഞാൻ നേരത്തെ പറഞ്ഞത് റായിനുള്ളത്. തക്രീർ റായിനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് എന്താന്ന് വെച്ചാൽ നാവിന്റെ അറ്റം ചലിപ്പിക്കുക, അർ എന്ന് പറയുക. പിന്നെ തഫഷി, ഷീനുള്ളത്, ഷീന് മാത്രമേ അതുള്ളൂ. തഫഷി എന്ന് വെച്ചാൽ പിന്നെ ഈ ശബ്ദം ഉച്ചരിക്കുമ്പം ഇന്തിഷാറുൽ ഹവ, വായിലൊരു കാറ്റിങ്ങനെ തങ്ങി നിൽക്കുക. അഷ് എന്ന് പറയുമ്പം വായിൻ്റെ ഉള്ളൊരു കാറ്റുണ്ടാവും, അഷ്. പിന്നെ അതോടൊപ്പം ഷീൻ എന്തിന്റെ അക്ഷരം കൂടിയാണ്? റഹാവന്റെ അക്ഷരാണ്, കാറ്റ് പുറത്തു വരുന്ന അക്ഷരാണ്. റഹാവല്ലാത്ത റാ മാത്രം ഹംസിൻ്റെതാണ്. പിന്നെ അതേപോലെ തന്നെ റഹാവിൻ്റെതാണ് ഷീന്. റഹാവിന്റെ അക്ഷരം നമ്മൾ പറയില്ല. എന്തുകൊണ്ട്? ഷിദ്ദന്റെ അക്ഷരം പറഞ്ഞതുകൊണ്ട്. ഷിദ്ദന്റെ ഓപ്പോസിറ്റ് ആണല്ലോ റഹാവ, മനസ്സിലായില്ലേ? ഷിദ്ദന്റെ ഓപ്പോസിറ്റ് റഹാവ. അപ്പൊ ഷിദ്ദന്റെ അക്ഷരം നോക്കണം. അപ്പൊ അതിൽ അജിദ് ഖത്ത് ബക്കത്താണുള്ളത്, ഷീനില്ല. അപ്പൊ എന്ത് മനസ്സിലായി? ഷീനിന് റഹാവ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ തഫഷിയാണ് പിന്നെ ഷീനിന് മാത്രം ഉള്ളത്. പിന്നെ ഒരു സിഫത്തും കൂടിയുണ്ട്, അത് ദ്വാദിന് മാത്രമുള്ളതാണ്. അൽ ഇസ്തിതാല, അൽ ഇസ്തിതാല, അൽ ഇസ്തിതാല. ഇസ്തിതാല എന്ന് വെച്ചാല് പിന്നെ മഖ്റജ് നീണ്ടു നിൽക്കുക എന്നാണ് അർത്ഥം. ത്വാല എത്തൂല എന്ന് പറഞ്ഞാൽ നീളുക എന്നർത്ഥം. അൽ ഇസ്തിതാല എന്ന് പറഞ്ഞാൽ മഖ്റജ് നീണ്ടു നിൽക്കുക. അഥവാ കുത്തിപ്പോയി കൈ. ഇസ്തിതാല ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ദ്വാദ് പറയുമ്പം നാവിന്റെ ഈ ഭാഗം മുഴുവനായിട്ട് ഈ പല്ലുമായി ചേർത്ത് വെക്കും. അപ്പൊ ഈ മഖ്റജ് ഇങ്ങനെ നീണ്ടു നിൽക്കും. മഖ്റജ് ഇത് മുതൽ ഇതുവരെ നീണ്ടു നിൽക്കും. അൽ ഇസ്തിതാല എന്ന് പറയുമ്പം ദ്വാദ് പറയുന്ന സമയത്ത് നാവിന്റെ ഈ ഭാഗം ഈ സൈഡത്തെ അണപ്പല്ലോട് ചേർത്ത് വെക്കുന്നതുകൊണ്ട് മഖ്റജ് നീണ്ടു നിൽക്കും. അതിനാണ് എന്താക്കുന്നത്? ഇസ്തിതാല എന്ന് പറയുന്നത്. നാവിന്റെ ഒരു സൈഡ് മുഴുവനായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അൽ ഇസ്തിതാല. അത് ദ്വാദിന് മാത്രമുള്ള സിഫത്താണ്. ദ്വാദിന്റെ മഖ്റജ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതിന് മാത്രമുള്ള സിഫത്താണ് ഇസ്തിതാല. അപ്പൊ ലിദ്ദില്ലാത്ത 7 സിഫത്തും ലിദ്ദുള്ളത് നമുക്ക് പഠിക്കേണ്ടത് 4. ഓക്കെ അല്ലേ? ലിദ്ദുള്ളത് വെച്ചാൽ ഓപ്പോസിറ്റ് ഉള്ളത് നമുക്ക് പഠിക്കേണ്ട 4 പറ്റുള്ളൂ. 5 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ 4 പഠിച്ചാൽ മതി. അതിന്റെ ഓപ്പോസിറ്റ് 4 ആകുമ്പോൾ 8. പിന്നെ ലിദ്ദില്ലാത്ത 7. അത് സൊഫീറിന്റെ അക്ഷരം ഇന്നതെന്ന് പഠിക്കേണ്ട കാര്യമില്ല. ഈ അക്ഷരത്തിന് സൊഫീർ എന്നുള്ള സിഫത്ത് ഉണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രം മതി. പിന്നെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ എന്താവും? അത് വരും. ഇപ്പൊ കൽക്കലിന്റെ അക്ഷരം ഇന്നതെന്നൊക്കെ ആണെന്ന് പറഞ്ഞാൽ കാഫിന് കൽക്കലുണ്ട് എന്ന് അറിഞ്ഞാൽ മതി. എന്നിട്ട് പിന്നെ കാഫ് പിന്നെ സുക്കൂനോട് കൂടി വരുന്ന സമയത്ത് എന്താക്കണം? കൽക്കല ചെയ്യണം. ലാമുർ റാ ഞാൻ പറഞ്ഞു ഇൻഹിറാഫ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അതല്ലാതെ തന്നെ നമ്മളെ ഉച്ചാരണത്തിൽ വരുന്നതാണ്. തക്രീർ റാ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ തീരെ
തക്രീർ ഇല്ലാണ്ടായി പോകും. തക്രീർ കൂടാനും പാടില്ല, അത് ശ്രദ്ധിക്കണം. തഫഷി ഷീന് പറയുമ്പോൾ കാറ്റ് പുറത്ത് വരിക അല്ലെങ്കിൽ കാറ്റ് നിറഞ്ഞു നിൽക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഷീന് പറയുമ്പോൾ അതുണ്ടാവും. ഇസ്തിത്വാല ബാദ് സുക്കൂനുള്ളതായി വരുമ്പം നമുക്ക് പിന്നെ ഖിറാഅത്തുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ അതായത് അദ്ദഅഫു ഒരു ചെറിയ സമയം എന്താക്കും അവിടെ കൊടുക്കും. അത് ഈ മഖ്റജ് നീണ്ടു നിൽക്കുകയാണ് ആ സമയത്ത്. അതോടൊപ്പം നമുക്ക് മനസ്സിലായി ഈ ശബ്ദം നീണ്ടു നിൽക്കുന്നത് കൊണ്ട് ബാദ് എന്തിന്റെ അക്ഷരമായിരിക്കും? ശബ്ദം നീണ്ടു നിൽക്കുന്നത്, ശബ്ദം മുറിയുന്നത് ശിദ്ദ, ശബ്ദം നീണ്ടു നിൽക്കുന്നത് റഖാവ. അപ്പൊ ബാദ് റഖാവിന്റെ അക്ഷരം കൂടിയായിരിക്കും. അതിപ്പോ ഒരു അക്ഷരം എടുത്താൽ, ഇപ്പോ ഞാൻ ഫ എന്നുള്ളൊരു അക്ഷരം എടുത്തു. അതാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ എന്നുള്ളൊരു അക്ഷരം എടുത്തു. എന്നിട്ട് ഞാൻ എന്താക്കണം, ഇങ്ങനെ ഓരോ സിഫത്ത് വെച്ച് നോക്കണം. ഹംസാണോ ജഹ്റാണോ ഫായിനുള്ളത്, അഥവാ കാറ്റ് പുറത്തു പോവുക എന്നുള്ളതാണ്. അഫ്, കാറ്റ് പുറത്തു പോകും. അപ്പോൾ ഫായിൽ ഹംസിന്റെ അക്ഷരമാണ്. അപ്പോൾ ഫായിന് എന്ത് സിഫത്ത് കിട്ടി? ഹംസ് കിട്ടി. തൊട്ട് ശേഷമുള്ള ഷിദ്ദയാണോ റഖാവയാണോ ഫായിനുള്ളത്, അഥവാ ശബ്ദം മുറിയുന്നുണ്ടോ, ശബ്ദം നീണ്ടു പോകുന്നുണ്ടോ? നീണ്ടു പോകും. അഫ് എന്നാണോ? അല്ല, അഫ് ശബ്ദം നീണ്ടു പോകും. അപ്പോൾ പിന്നെ രണ്ടാമത്തെ സിഫത്ത് ഏതാണ്? റഖാവ. മോളത്തേൽ കിട്ടിയത് പിന്നെ ഹംസ്, രണ്ടാമത്തേൽ കിട്ടിയത് റഖാവ. തമാം, രണ്ട് സിഫത്തായി. പിന്നെ നമുക്ക് പറഞ്ഞത് ഇസ്തിഅലാവും ഇസ്തിഫാലുമാണ്. ഫായിന് ഇസ്തിഅല ആണോ ഇസ്തിഫാലാണോ ഉള്ളത്? ഇസ്തിഫാലാണുള്ളത്. കാരണം ഇസ്തിഅലാന്റെ അക്ഷരത്തിലില്ല. ഇസ്തിഅലാന്റെ അക്ഷരം ഖുസ്വത്താണ്. അപ്പൊ അതിൽ ഫാ ഇല്ല. അപ്പൊ ഫായിന് കിട്ടിയത് പിന്നെ ഇസ്തിഫാൽ. 3 സിഫത്തായി ഫായിന്. പിന്നെ നമ്മൾ പറഞ്ഞത് പിന്നെ ഏതല്ലേ? ഇത്തുബാക്ക് ഇൻഫിത്താഹ്. ഇത്തുബാക്ക് 4 അക്ഷരമുള്ളൂ. സ്വാദ് ദാദ് ത വ. അതിൽ ഫാ ഇല്ല. അപ്പൊ ഫായിന് ഏത് കിട്ടി? ഇൻഫിത്താഹ് കിട്ടി. അഥവാ നാവ് മുകളിൽ പൊക്കാതെ സാധാ മാതിരി വെക്കുക. പിന്നെയുള്ള ഞാൻ പറഞ്ഞു നമുക്ക് പഠിക്കേണ്ടാത്തത് അതേതാണ്? ഇസ്മാത്തും ഇതിലാക്കും. അതിൽ ഇതിലാക്കിൽ പെട്ടതാണ് ഫ. കാര്യമില്ല, നമുക്ക് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി, കുഴപ്പമില്ല. അപ്പം ഇതിലാക്ക് കിട്ടി, 5 സിഫത്തായി. പിന്നെ അവസാനം പറഞ്ഞ 7 എണ്ണത്തിൽ ഏതെങ്കിലും ഫായിനുള്ളതുണ്ടോ? സഫീറിന് ഫാ ഇല്ല. സ്വാദ് സായ് സീനാണ്. അപ്പോൾ ഫായിന് ഇതിലൊന്നുമില്ല. കൽക്കല കുതുബ് ജദ്ദാണ്, ഫാ ഇല്ല. ഇൻഹിറാഫ് ലാമ് റാ ആണ്, ഫാ ഇല്ല. ലീന് വാവു യാ ആണ്, ഫാ ഇല്ല. തക്രീർ റാ ആണ്, ഫാ ഇല്ല. തഫഷി ഷീനാണ്, ഫാ ഇല്ല. ഇസ്തിത്താല ബാദാണ്, ഫാ ഇല്ല. അപ്പൊ ഫായിന് എത്ര സിഫത്തുണ്ട്? 4. പിന്നെ ഇദ്ലാക്കും കൂടെ കൂട്ടിയിട്ട് 5. തമാം. അതേപോലെ ഏത് അക്ഷരം എടുത്താലും നമുക്ക് എന്താക്കാൻ പറ്റും? അതിൻ്റെ ഇത് എണ്ണാൻ പറ്റും. ഏറ്റവും കൂടുതൽ സിഫത്തുള്ള അക്ഷരം ഏതാണെന്നറിയോ? അത് റാ ആണ്. റാ. ദാദല്ല. ദാദിന് അല്ല, ദാദല്ല, റാ ആണ്. കാരണം എന്താ? ഇത് നോക്കിയാൽ മതി. ഈ ഒറ്റക്കുള്ള സിഫത്തുകളിൽ നേരത്തെ പറഞ്ഞ 5 എണ്ണം ഏതെങ്കിലും ഒന്നായിട്ടുണ്ടാവും. അപ്പൊ 5 എല്ലാവർക്കും ഉണ്ടാവും. ഏറ്റവും കുറഞ്ഞത് 5 ഉണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ ഇതിൽ നോക്കിയാൽ മതി. ഇതില് പിന്നെ ഏതക്ഷരത്തിനാണ് കൂടുതൽ സിഫത്തുള്ളത്? റായിന് തക്രീറും ഉണ്ട്, ഇൻഹിറാഫും ഉണ്ട്. 2 എണ്ണം ഉണ്ട്. അപ്പൊ 7ആയി. ഇതിൽ ആവർത്തിച്ച വേറെ ഏത് അക്ഷരമുള്ള? ഇല്ലല്ലോ. അതായത് ഓപ്പോസിറ്റ് ഇല്ലാത്ത സിഫത്തിൽ ആവർത്തിച്ച അക്ഷരം ഏത് മാത്രമേ ഉള്ളൂ? റാ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒറ്റ ഒന്ന്. അപ്പം ദാദിന് എത്ര മഖ്റജ് ഉണ്ടാവും നോക്കണം. അഥവാ 5 എണ്ണം ഓൾറെഡി ഉണ്ടാവും. ആദ്യം പറഞ്ഞ ഓപ്പോസിറ്റ് ഉള്ളതിൽ 5 എണ്ണം ഉണ്ടാവും. ആദ്യം ഏതാ കൂടുക? ഇസ്തിത്താല കൂടുതലുണ്ടാവും. അതേമാതിരി നമുക്ക് എല്ലാ അക്ഷരത്തിനും എന്താക്കാൻ പറ്റും? ഇതങ്ങനെ പഠിച്ചു വെക്കണോ? വേണ്ട. നമുക്ക് എന്തുണ്ടായാൽ മതി? ഇത് ഏതാണുള്ള ധാരണ ഉണ്ടായാൽ മതി. കാരണം ഇനി ഓതുമ്പോൾ എന്താക്കരുത്? ഞാനിപ്പോൾ ഓതുമ്പോൾ പിന്നെ എന്ന് ഓതും ചില ആളുകൾ. കാഫിന് കൽക്കല കൊടുത്തിട്ട് ചെയ്യാൻ പാടില്ല. എങ്ങനെ ഓതണം? ബി അക്വാബി അബാരിക്ക. അക്വാബ് എന്ന് ഓതണം. അക്വാബ് എന്ന് ഓതരുത്. വ്യത്യാസം മനസ്സിലായോ? അക്വാബ്
അക്വാബ്. അക്വാബ് എന്ന് പറയുമ്പോൾ കാഫിന് എന്തായി? കൽക്കല കൊടുത്തു. അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഓരോന്നിനും കൊടുക്കേണ്ട സിഫാത്തുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ നോക്കിയാൽ മതി. തമാം. ഓരോന്നിനും കൊടുക്കേണ്ട സിഫാത്തുകൾ കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയം എന്താവും? ക്ലിയർ ആവും. അത് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഏതൊക്കെ ഉള്ളതെന്ന് അറിയണം. അത് നമ്മൾ ഈ പറഞ്ഞത് എന്താക്കുക? ഹിഫ്ലാക്കുക. അത് ഇനി നിങ്ങൾക്ക് ഹിഫ്ലാക്കാൻ എളുപ്പത്തിന് കവിത പഠിക്കുകയാണ് നല്ലതെന്ന്. കവിത പഠിക്കണ്ട. ഇപ്പൊ നോക്കിയാൽ ഫഹത്തഹു ഷഖ്സുൻ സഖത്ത് പഠിച്ചാൽ മതി, ഖുസ്വഖത്തി ഖിൽന്ന് പഠിച്ചാൽ മതി, അജിദ് ഖത്ത് ബക്കത്ത് പഠിച്ചാൽ മതി. ഇത് പഠിക്കുമ്പോൾ എന്തായി? നമുക്ക് ക്ലിയർ ആയി. അപ്പം ഇതാണ് സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയം. സമയം 1 മണി ആവാൻ പോകുന്നു. 1 മണിക്ക് ഇൻഷാ അല്ലാഹ് നിർത്താം. 1 മണി. പെടും. അതെ. അപ്പൊ ലിൻ ഉമർ എന്നുള്ള അക്ഷരങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഷിദ്. അതെ. പക്ഷെ ഷിദ്ദയിലും റഹാവയിലും റാ ഇല്ല. ലിൻ ഉമറിൽ പിന്നെ തവസത്തിൽ മാത്രമേ റാ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ഇനി വേറൊരു പ്രധാനപ്പെട്ട വിഷയം റാഇന്റെ അഹ്കാമുകളാണ്. റാ തർക്കീക്കും തഫ്ഖീമും ചെയ്യുന്ന ഹുക്കുമുകൾ. അത് പറയുമ്പോൾ നമുക്ക് കുറേ സമയം പോകും. അഥവാ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് റാഇന് കസ്റ് വരുമ്പോൾ എന്താക്കണം? തർക്കീക്ക് ചെയ്യണം. അതേപോലെ റാ സാക്കിനും മുമ്പ് കസ്റോ ആയാൽ എന്ത് ചെയ്യണം? തർക്കീക്ക് ചെയ്യണം. തർക്കീക്ക് പറഞ്ഞാൽ മനസ്സിലായോ? രീ എന്നുള്ള ശബ്ദം. മറ്റേത് റാ തഫ്ഖീം, രീ തർക്കീക്ക്. അപ്പോൾ ഒന്ന് പിന്നെ റാ കസ്റാവുക. ഏതുപോലെ? ഫിർഔനല്ല. ഫിർഔന് റാ സാക്കിനും മുമ്പ് കസ്റുവാണ്. റായിന് കസ്റുള്ളത് ഇഷ്ടംപോലെ ഉണ്ടാവും. അർരിജാലു ഖവ്വാമൂന. അതിലുള്ളത് പിന്നെ റായിന് കസ്റാണ്. അപ്പം പിന്നെ തർക്കീക്ക് ചെയ്യണം. റായിന് പിന്നെ ഫത്ഹവും ദമ്മും ആണെങ്കിൽ തഫ്ഖീമായിരിക്കും. അതേപോലെ തന്നെ മുമ്പുള്ള കസ്റ് അസ്ലി ആവണം. അസ്ലി ആവെന്ന് വെച്ചാൽ സ്ഥിരമായിട്ടുള്ളതാവണം. ഉദാഹരണം, ചിലയിടത്തൊക്കെ ഇല്ലാ മൻ ഇർതദ, അവിടെ നൂനിന് കസ്റുണ്ട്. ശരിക്ക് ഇല്ലാ മൻ ഇർതദ എന്നാണ്. ആ അലിഫിനുള്ള കസ്റ് എന്തല്ല? അസ്ലി അല്ല. കാരണം അത് പിന്നെ അറബി പഠിച്ചവർക്കറിയാം അത് ഹംസത്തു വസ്ലാണ്. ഹംസത്തു വസ്ലാകുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ അത് ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് പിന്നെ ഇത് നൂനിന് ആ കസ്റ് വരുന്നത് അസ്ലിയായ കസ്റല്ല, ശരിക്കും നൂനിന് സുക്കൂനാണ്. പിന്നെ ഇതിന്റെ ഇങ്ങോട്ട് വന്നതാണെന്നൊക്കെ നമുക്ക് അറിയുന്നതുകൊണ്ട് അപ്പം അത് പഠിച്ചാൽ മനസ്സിലായത് ഇത് അസ്ലി അല്ലാത്തതുകൊണ്ട് എന്താക്കണം? റാ തർക്കീക്ക് ചെയ്യണ്ട. മുമ്പ് കസ്റാണെങ്കിലും ഇല്ലാ മൻ ഇർതദ എന്ന് ഓതൂല. അങ്ങനെ ഓതുള്ളൂ, ഇല്ലാ മൻ ഇർതദ. റാ തഫ്ഖീം ചെയ്തിട്ടേ ഓതുള്ളൂ. അപ്പൊ റായിന് കസ്റ് വരിക, അല്ലെങ്കിൽ മുമ്പിൽ അസ്ല് കസ്റും പിന്നെ റായിന് സുക്കൂനായി വരിക. അപ്പോൾ പിന്നെ ഫിർഔൻ റാ തർക്കീക്ക് ചെയ്തിട്ടാവുക. പിന്നെ മിർഫഖ നമ്മൾ ഞാനൊക്കെ ഇപ്പൊ അടുത്താണ് സംഭവം, നിയമം അറിയാം. പക്ഷെ ഇതങ്ങനെ ശീലിച്ചു പോയി. സൂറത്തുൽ കഹ്ഫില് മിർഫഖ എന്ന് ഓതി ശീലിച്ചു പോയി. ഇപ്പൊ അടുത്താണ് ഞാൻ എവിടുന്നോ സൂറത്തുൽ കഹ്ഫ് ഓതുമ്പം ആളെ തിരുത്തി തന്ന്, എടാ ഇത് തർക്കീക്ക് ചെയ്യേണ്ട സ്ഥലമല്ലേ. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഓതുന്ന ഭാഗത്ത് കസ്റിന് ശേഷം റാ സാക്കിനായി വന്നാൽ അത് നമ്മൾ തർക്കീക്ക് ചെയ്യേണ്ട സ്ഥലമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് അത്രയേ ഉള്ളൂ വിഷയമാണ്, റായുമായി ബന്ധപ്പെട്ട വിഷയം. ലാമും അതേപോലെ തഫ്ഖീം തർക്കീക്കും ഉണ്ട്. ലഫ്ദുൽ ജലാല, അള്ളാഹ് എന്നുള്ള വാക്ക് തർക്കീക്കും തഫ്ഖീമും വരും. പിന്നെ വഫഖിമില്ലാഹി അൻ ഫത്ഹിൻ ഔ ദമ്മിൻ കഅബ്ദുല്ലാഹി. അഥവാ ദമ്മിനും ഫത്ഹിനും ശേഷമാണെന്നുണ്ടെങ്കിൽ അള്ളാഹ് എന്താക്കണം? തഫ്ഖീം ചെയ്യണം. കസ്റിന് ശേഷമാണെങ്കിൽ അള്ളാഹ് എന്താക്കണം? തർക്കീക്ക് ചെയ്യണം. ലില്ലാഹി, ബില്ലാഹി. തമാം. നഅം. മറ്റേ തല്ലാഹി, അള്ളാഹു എന്തായിരിക്കും? മുഫഖമായിരിക്കും. അതൊന്ന്. പിന്നുള്ളത് വഖഫ്. വഖഫ് ഇബ്തിദാ. പിന്നെ വഖഫ് 3 രീതിയിലുണ്ടാവും, മനസ്സിലാക്കി വെച്ചാൽ മതി. വഖഫ് 3 രീതിയിലുണ്ടാവും. ഒന്ന് വഖഫ് ഇദ്തിറാരി, മുൽത്തറായിട്ട് ചെയ്യേണ്ടി വന്നത്, ശ്വാസം മുട്ടിയിട്ട് ചെയ്യുന്നത്, അതിന് പറയുന്ന പേര് വഖഫ് ഇദ്തിറാരി. പിന്നൊന്ന് വഖഫ് ഇഖ്തിബാരി, പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വഖഫ്. അഥവാ ഒരു ഉസ്താദ് കുട്ടീനെ
അതായത് ഖുറാനിൽ ചില ഭാഗത്ത് നിർത്തുമ്പോൾ ഇങ്ങനെ ഓതണം, കൂട്ടി ഓതുമ്പോൾ ഇങ്ങനെ ഓതണം. ഇപ്പോൾ സൂറത്തുൽ കഹ്ഫിൽ എങ്ങനെയുണ്ട്, ലാകിന്ന ഹുവല്ലാഹു റബ്ബി വലാ ഉശ്രികു ബി റബ്ബി അഹദ എന്നുള്ള ആയത്തുണ്ടല്ലോ, അവിടെ ലാക്കിന്നെ നിർത്തുകയാണെങ്കിൽ ലാകിന്ന, കൂട്ടി ഓതുമ്പോൾ ലാകിന്ന ഹുവല്ലാഹു റബ്ബി, മനസ്സിലായോ? അപ്പൊ അവിടെ ഉസ്താദ് നിർത്തിപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഓതേണ്ടത്, അത് അറിയിക്കാൻ വേണ്ടിയിട്ട്, അത് പഠിപ്പിക്കാൻ വേണ്ടി ഉസ്താദ് നിർത്തിക്കുകയാണെങ്കിൽ അവിടെ നീട്ടി ഓതണം. അപ്പൊ അതിന് അങ്ങനത്തെ വഖഫിന് പറയുന്ന പേരാണ് വഖഫ് ഇഖ്തിബാരി. ഇഖ്തിബാർ എന്ന് പറഞ്ഞാൽ പരീക്ഷ, ഇഖ്തിബാർ എന്ന് പറഞ്ഞാൽ പരീക്ഷ. അപ്പൊ വഖഫ് ഇഖ്തിബാരി എന്ന് പറയും. വഖഫ് രണ്ടെണ്ണം കഴിഞ്ഞു, ഒന്ന് ഇൽത്തിറാരി ശ്വാസം മുട്ടിയിട്ട് വരുന്ന വഖഫ്, പിന്നെ ഇഖ്തിബാരി പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെയാണ് ഇഖ്തിയാരി നമ്മുടെ സ്വയം ഇച്ഛപ്രകാരം നിർത്തുന്ന നിർത്തലുകൾ. ഇതിലാണ് വഖഫിന്റെ നിയമങ്ങൾ വരിക. മറ്റേത് രണ്ടും ഇൽത്തിറാരി ആണെങ്കിൽ നിർത്താം, എന്നിട്ട് കൂട്ടി ഓതണം. പിന്നെ ഇത് ഉസ്താദ് പരീക്ഷിക്കുമ്പോൾ മാത്രം നിർത്തുക, അല്ലാതെ നിർത്തരുത്. ഈ ലാക്കിന്ന എന്ന് നിർത്തിയിട്ട് ഓത്തില്ല, ലാക്കിന്ന ഹുവല്ലാഹു റബ്ബി തന്നെ ഓത്തുള്ളൂ. പക്ഷെ ഇത് ഇവിടെ നിർത്തുമ്പോൾ ഇങ്ങനെയാണ് ഓതേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താക്കാം, വഖഫ് ലഭിക്കും. വഖഫ് ഇഖ്തിയാരി 4 തരമുണ്ട്. 1 വഖഫ് താമ്, 2 കാഫി, 3 ഹസൻ, പിന്നെ വഖഫ് ഖബീഹ്. 4 വഖഫുകൾ. ഒന്നാമത്തേത് താം എന്ന് വെച്ചാൽ ജുംല പൂർത്തിയായതും ശേഷമുള്ളതുമായിട്ട് പിന്നെ വാക്കും അർത്ഥവും ബന്ധമില്ലാത്തത്. ജുംല പൂർത്തിയാവണം. തമാം. ഉദാഹരണത്തിന് ഇന്നല്ലദീന ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അതിന് ശേഷമുള്ള വാക്ക് എന്താ പറയുന്നത്, ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം. അപ്പം മുത്തഖീങ്ങളെ കുറിച്ച് പറഞ്ഞു തീർന്നു, അവർ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് ഇന്നല്ലദീന കഫറു, കാഫിറിനെ കുറിച്ച് വേറെ വിഷയം പറയാം. അപ്പൊ അവിടെ ഒരാൾ അവിടെ ആയത്തിന്റെ അവസാനം കൂടിയാണ്. ഇനി എല്ലാ ആയത്തിന്റെ അവസാനം എല്ലാം തന്നെ വെച്ചോ, വേറൊരു വിഷയമെന്ന് വെച്ചോ, എന്നാണെങ്കിൽ അവിടെ നിർത്തുന്നത് വഖഫ് താം എന്ന് പറയും. വഖഫ് താം എന്ന് വെച്ചാൽ പൂർണ്ണമായ വഖഫ്, അഥവാ ജുംല പൂർത്തിയായി ശേഷമുള്ളതുമായിട്ട് വാക്കോ അർത്ഥോ ബന്ധമില്ലാത്തത്, വഖഫ് താം. രണ്ടാമത്തത് കാഫി. വഖഫ് കാഫി എന്ന് പറഞ്ഞാൽ ജുംല പൂർത്തിയാകും, ശേഷമുള്ളതുമായി ബന്ധപ്പെട്ട് ലഫ്ലിൽ ബന്ധം ഉണ്ടാവില്ല, അർത്ഥത്തിൽ ബന്ധം ഉണ്ടാവും. ഉദാഹരണം, ഒരാൾ നിർത്തി, എന്ത്, ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം, അങ്ങനെ ഒരാൾ നിർത്തുകയാണ്. അതിനുശേഷം അള്ളാഹു എന്താ പറയുന്നത്, ഫഉലൈക ഹും മുഫ്ലിഹൂൻ. അപ്പൊ ഇത് രണ്ടും വേറെ വേറെ ജുംലകളാണ്, പൂർണ്ണമായ ജുംലകൾ. പക്ഷെ അർത്ഥം തമ്മിൽ ബന്ധമുണ്ട്. ലഫ്ലിൽ ബന്ധമില്ല, അർത്ഥത്തിൽ എന്തുണ്ട്, ബന്ധം ഉണ്ട്. കാരണം നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ളിടത്ത് നിർത്തുന്നതിന് എന്ത് പറയും, വഖഫ് കാഫി എന്ന് പറയും. വഖഫ് കാഫി. ഈ വഖഫ് കാഫി നമുക്ക് നിർത്തുകയും ചെയ്യാം, എന്നിട്ട് ബാക്കി ഓതുകയും ചെയ്താൽ മതി. നേരത്തെ എടുത്ത് ഓതണമെന്നില്ല. കാരണം പിന്നെ ജുംല പൂർത്തിയായി ലഫ്ലൻ ഇത് തമ്മിൽ ബന്ധവുമില്ല. അപ്പൊ നമുക്ക് എന്താക്കാം, ബാക്കി നിർത്തിയിട്ട് ബാക്കി എടുത്ത് ഓതാം. വഖഫ് ഹസൻ പറയുന്നത് എന്താ വെച്ചാൽ അർത്ഥം പൂർത്തിയാവും, പക്ഷേ ലഫ്ല് തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയായിരിക്കും. ഉദാഹരണം, അർറഹ്മാൻ റഹീം, മാലിക് യൗമിദ്ദീൻ. ഇതൊക്കെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബിന്റെ സിഫത്തായിട്ടാണ് വരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ. ഇതൊക്കെ എന്താണ്, റബ്ബിന്റെ സിഫത്തായിട്ടാണ് വരുന്നത്. അങ്ങനെ റബ്ബിന്റെ സിഫത്തായിട്ട് വരുന്നതുകൊണ്ടാണ് അർറഹ്മാനി എന്നായത്, റബ്ബി, റഹ്മാനി, മാലിക്കി. പക്ഷെ അർത്ഥം ഓരോന്നിനും സ്വന്തം അർത്ഥമുണ്ട്. ഓരോന്നും ജുംലകൾ പൂർത്തിയായ ജുംലയാണ്. പിന്നെ എന്താ പറയാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതാണ് സർവ്വസ്തുതിയും, മാലിക് യൗമിദ്ദീൻ, യൗമിദ്ദീന്റെ പിന്നെ ഉടമസ്ഥനായ റഹ്മാൻ റഹീം. ലഫ്ലുകളാണെങ്കിലോ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അർത്ഥം പൂർത്തിയായി, ലഫ്ലുകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനെയുള്ളതിന് പറയുന്ന പേരാണ് ഹസൻ, വഖഫ് ഹസൻ. വഖഫ് ഹസൻ രണ്ടിടത്ത് വരും. ആയത്തിന്റെ അവസാനത്തിൽ വരികയാണെങ്കിൽ അവിടെ നമുക്ക് എന്താക്കാം, നിർത്തിയിട്ട് ബാക്കി ഓതാം. പക്ഷെ ആയത്തിന്റെ അവസാനം അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിർത്തിയാൽ തൊട്ട് മുന്നത്തെ ഭാഗത്ത് എന്താക്കണം, എടുത്തോതണം. പിന്നെ ഉള്ളത് വഖഫ് ഖബീഹ്,
മോശമായ വഖഫ്. മോശമായ വഖഫ് എന്ന് വെച്ചാൽ അർത്ഥം പൂർത്തിയാവാത്ത വഖഫ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മറ്റേതൊക്കെ എന്താ വെച്ചാൽ നിർത്താം, കൂട്ടിയെടുത്തോതാം, അങ്ങനെയുള്ളൂ. വഖഫ് ഖബീഹ് നമ്മൾ അങ്ങനെ നിർത്തിയിട്ട് പിന്നെ കൂട്ടാതെ ഓതാനേ പാടില്ല. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളുണ്ട് ഖുർആനിൽ. ഞാനിപ്പോൾ എൻ്റെ ഷെയ്ഖിന് ഓതി കൊടുക്കുന്ന സമയത്ത് വലൻ തർദാ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ. ശേഷം എന്താ അല്ലാഹു പറയുന്നത്? ولئن اتبعت أهواءهم بعد ما جاءك من العلم ما لك من الله من ولي ولا نصير. അല്ലാഹു തആല റസൂലിനോട് പറയാണ്, വലഇൻ ഇത്തബഅത അഹ്വാഅഹും, നബിയെ നിങ്ങൾ അവരുടെ ഹവയെ പിൻപറ്റിയാൽ, ബഅദ മാ ജാഅക മിനൽ ഇൽം, നിങ്ങൾക്ക് അറിവ് വന്നതിന് ശേഷവും നിങ്ങൾ അവരെ ഹവയെ പിൻപറ്റിയാൽ, മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് യാതൊരു സഹായിയോ കൂട്ടോ ഉണ്ടാവൂല. അങ്ങനെയാണ് ആയത്. അഥവാ ഇങ്ങനെ ചെയ്താൽ ഇതുണ്ടാവൂല. ഞാൻ ഓതിയപ്പോൾ എന്ത് പറഞ്ഞു? വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദ മാ ജാഅക മിനൽ ഇൽം മാ ലക മിനല്ലാഹി നോദി. ഉസ്താദ്, നീ കുഫ്റാണോ പറയുന്നത്? കാരണം എന്താ? അള്ളാഹു റസൂലിനോട് പറയണം, റസൂലെ നിങ്ങൾക്ക് അള്ളാഹിന്റെ ഭാഗത്തുനിന്ന് സഹായം ഇല്ല. ശരിക്ക് നേരത്തെത്തിനോട് ചേർത്ത് പറഞ്ഞാൽ ഓക്കെയാണ്, നിങ്ങൾ അവരുടെ ഹവയെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് അള്ളാഹിന്റെ ഭാഗത്തുനിന്ന് സഹായം ഇല്ല, ഓക്കെ. പക്ഷെ ഞാനിത് അവിടെ നിർത്തി, വിഷയം പൂർത്തിയാക്കി. എന്നിട്ട് ഞാൻ പറയാണ് മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അള്ളാഹു നബിയോട് പറയുന്ന പോലെ, എന്ത് നബിയെ നിങ്ങൾക്ക് അള്ളാഹിന്റെ ഭാഗത്തുനിന്ന് സഹായം ഇല്ല, അത് പറയാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വലഇൻ ഇത്തബഅത മുതൽ ചേർത്തിയിട്ട് തന്നെ ഓതണം. ഇത് അറിയണമെങ്കിൽ എന്താവണം? അറബി അറിയണം, അർത്ഥം മനസ്സിലാവണം. അർത്ഥം മനസ്സിലാവാതെ ഖുർആൻ ഓതിയിട്ട് ഒരു കാര്യമില്ല. കാര്യമുണ്ട്, ഒരു ഹർഫിനൊരു കൂലി അതുണ്ട്. അല്ലാതെ മുമ്പ് ഒരു ഉസ്താദ് പറഞ്ഞു കേട്ടില്ല, മുട്ടത്തോട് തിന്നുന്ന പോലെയാണ്, മുട്ട പൂങ്ങിയിട്ട് മുട്ടത്തോട് തിന്നുന്ന പോലെയാണ്. ശരിക്കും കിട്ടേണ്ടത് പ്രോട്ടീൻ സംഭവം കയ്യിലാണ്, പക്ഷെ മുട്ടത്തോട് തിന്ന ഖുർആൻ ഉണ്ട്, ഓക്കെ, അതിലെന്തോ ഉണ്ട് എന്ന് പറയുന്നുള്ള എനിക്കറിയില്ല. പക്ഷെ അതേമാതിരിയാണ് ഖുർആൻ ഓതുന്ന പ്രതിഫലമുണ്ട്, ഒരു ഹർഫ് ഓതിയാൽ ഒരു കൂലി അതൊക്കെ ഉണ്ട്. പക്ഷെ കാമ്പ് എന്താകുന്നില്ല, നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അറബി അറിയാം. വേറൊരു ഭാഗത്ത് ഞാൻ ഇന്റെ തെറ്റന്നെ ഉണ്ടാകുമ്പോ നമുക്ക് എന്തുണ്ട്, നമുക്ക് അനുഭവം പറയാലോ. ആയത്ത് ഇതാണ്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. വമാ അർസൽനാ മിർ റസൂൽ, നാം ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല, ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ. അതാ അനുസരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത് എന്നാണ് ആയത്ത്. ഞാൻ ഓതുമ്പോൾ രണ്ട് റിവായത്താണ് ഓതുന്നത്. ഒന്നാമത്തെ റിവായത്തിൽ മദ് മുൻഫസിലാണ്, മുൻഫസിൽ 4 ഹർക്കത്ത് നീട്ടുന്നുണ്ട്. രണ്ടാമത്തെ റിവായത്തിൽ 2 ഹർക്കത്തേ നീട്ടുന്നുള്ളൂ. അപ്പോൾ ഓതിയപ്പം വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് ഒന്നും കൂടെ ആവർത്തിക്കണം. എന്തിന്? ഇതിപ്പോൾ 4 ഹർക്കത്ത് നീട്ടിയില്ലേ, 2 ഹർക്കത്ത് നീട്ടുമ്പോഴും കൂടെ ഓതണം. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് എന്ന് ഓതേണ്ടത് ഞാൻ ഒന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. അഥവാ ചുരുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തേത് മദ് 4 ഹർക്കത്ത് ഓതി, രണ്ടാമത്തെ 2 ഓതി. അപ്പൊ ആദ്യം നിർത്തിയത് എവിടെയാണ്? വമാ അർസൽനാ മിർ റസൂൽ, അള്ളാഹു പറയുന്ന പോലെ, എന്ത്, ഞാൻ പ്രവാചകന്മാരെ അയച്ചിട്ടില്ല, നിർത്താൻ പാടില്ല. അപ്പൊ ഉസ്താദിനോട് ചോദിച്ചു, എന്താ കുഫ്റാണ് ഓതുന്നത്? അപ്പൊ എന്താ വെച്ചാൽ നമുക്കൊരു തെറ്റ് പറ്റിയാൽ എന്താവണത്? വഖഫില് ഇബ്തിദായില് തെറ്റ് പറ്റിയാൽ കുഫർ നമ്മൾ എന്താക്കാണ്? ഓതിപ്പോവാണ്. അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇപ്പൊ വലാ യഹ്സുൻക ഖൗലുഹും ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. വലാ യഹ്സുൻക ഖൗലുഹും, നബിയെ അവരുടെ സംസാരം നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട, നിങ്ങൾക്ക് വിഷമാവണ്ട. കാരണം ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, ഇസ്സത്ത് മുഴുവൻ അള്ളാഹ്ക്കുള്ളതാണ് എന്നാണ് ആയത്ത്. ഒരാൾ ഓതാണ് വലാ യഹ്സുൻക ഖൗലുഹും ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, ഇസ്സത്ത് അള്ളാഹുവിനുള്ളതാണ് എന്ന അവരുടെ വാക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ട എന്നായിരിക്കും അർത്ഥം വരിക. ശരിക്കും എന്താണ് അർത്ഥം? വലാ യഹ്സുൻ ഖൗലുഹും, അവർ നിങ്ങളെ കളിയാക്കും, ബുദ്ധിമുട്ടിക്കും, അത് നിങ്ങൾക്ക് പ്രയാസമാവണ്ട. കാരണം ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, ഇസ്സത്ത് മുഴുവൻ അള്ളാഹുവിനാണ്. ഇത് കൂട്ടി ഓതിയാലോ എന്താണ് ആ കൗല് എന്നുള്ളതായിരിക്കും അർത്ഥം വരും. അപ്പം വലാ യഹ്സുൻക ഖൗലുഹും ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, അള്ളാഹുവിനാണ് സർവ്വ ഇസ്സത്ത് ഉള്ളത് എന്ന അവരുടെ വാക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ട എന്ന അർത്ഥത്തിലേക്ക് ആയിരിക്കും വരിക. അങ്ങനെ അർത്ഥം മാറുമ്പോൾ, വഖഫ് മാറുമ്പോൾ അർത്ഥം മാറുന്ന അവസ്ഥകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതെന്താവണം? ഒന്നാമത് നമുക്ക് അർത്ഥം അറിയണം. ശ്രദ്ധിക്കാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ, ഖുർആനിലെ അടയാളങ്ങളുണ്ടല്ലോ, ആ അടയാളത്തിൻ്റെ അവിടെ മാത്രം നിർത്തുക. ആ അടയാളം നിർത്തുക നിർബന്ധ. വഖഫിൽ ആസിമിന് ഒരു മീമിൻ്റെ അടയാളം ഉണ്ടാവും. ആ മീമ് 2 കോലത്തിലുണ്ടാവും. ഒന്ന് മണിക്കാനുള്ള ഒരു മീമ്, വാലുള്ള മീം ഉണ്ടാവും.
താഴോട്ട് നീട്ടിയത്, താഴോട്ട് നീട്ടാത്ത ഇങ്ങനെയുള്ള മീം ഉണ്ടാവും. അങ്ങനെയുള്ള മീം വഖഫ് ലാസിമാണ്, അവിടെ നിർത്തിയിട്ടേ ഓതാവും, കൂട്ടി ഓതരുത്. ഇവിടെ വലാഹസിന് കൗലും എന്തുണ്ട്, ആ മീം ഉണ്ടാവും. മറ്റേത് മണിക്കാനുള്ള മീം. പിന്നെ വഖഫ് ആവൂല, കാഫും ലാമും ഇട്ടിട്ടുള്ള വഖഫ് ആവൂല. പിന്നെ സ്വാദും ലാമും ഇട്ടിട്ടുള്ള സിലത്ത് ആവൂല. സിലത്ത് ആവൂല പറഞ്ഞാൽ കൂട്ടി ഓതലാണ് നല്ലത്, നിർത്താൻ പ്രശ്നമില്ല. പിന്നെ ഒരു ജീം ഉണ്ടാവും, ജവാസാണ്, അപ്പൊ നിർത്തലും പറ്റും. ലാ എന്നിട്ടിട്ടുണ്ടാവും, നിർത്താൻ പാടില്ല. അപ്പം ഇത് നമ്മൾ എന്താക്കണം, ശ്രദ്ധിച്ചിട്ട് തന്നെ ഓതണം. നമുക്ക് അർത്ഥം അറിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഓത്തിൽ എന്ത് വരാതിക്കട്ടെ, കുഫ്റും ശിർക്കൊന്നും വരാതിക്കട്ടെ. അപ്പം വഖഫ് ഇബ്തിദാവും ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ ജസരിയ എന്ന് പറഞ്ഞാൽ ഇത്രയല്ല, ജസരിയ ഇതല്ല. ജസരിയയിലെ 3 ബാബേ നമുക്കിപ്പം പറയാൻ പറ്റിയിട്ടുള്ളൂ. 3 ബാബ്. ജസരിയയിൽ ഒരുപാട് ബാബുകളുണ്ട്. ഇതിപ്പോ മൊത്തത്തിൽ ഇപ്പൊ ഒരു 20-25 ബൈത്ത് ആയിട്ടുണ്ടാവും. 200 ബൈത്തുള്ള കവിതയാണ് ഏത്, ജസരിയ. അപ്പം അതിൽ പിന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള വിഷയങ്ങളുണ്ട്. അഥവാ നല്ല ഖുറാത്തൊക്കെ അറിയുന്നതൊക്കെ പഠിക്കാനുള്ള വിഷയങ്ങളുണ്ട്, അല്ലാത്ത മുബ്തദീങ്ങൾ പഠിക്കേണ്ട വിഷയങ്ങളും നമുക്ക് കുറെ എന്താക്കാൻ പറ്റിയിട്ടില്ല, പറയാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ ഇതേപോലത്തെ അവസരങ്ങളൊക്കെ നമുക്ക് ഇനിയും ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് വിശദമായി പഠിക്കണം. നമ്മുടെ ഖുർആൻ പാരായണം ക്ലിയർ ആവണം, നമ്മുടെ ബാക്കിയുള്ള പഠനങ്ങൾ ക്ലിയർ ആവണം. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിതിന് പരിശ്രമിക്കുകയും വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഇതിൻ്റെ കൂടെ, നിങ്ങളെ ഈ പ്രവർത്തനത്തിൻ്റെ കൂടെ അറബി പഠിക്കാനുള്ളൊരു സംവിധാനം നിങ്ങൾ ചെയ്യണം. അറബി പഠിക്കാനുള്ളൊരു സംവിധാനം നിങ്ങൾ ചെയ്യണം. ഒരു ഉസ്താദിനെ നിങ്ങൾ നിശ്ചയിച്ചോ, ഒരു ഉസ്താദിനെ നിങ്ങൾ നിശ്ചയിച്ച് നിങ്ങൾ സിലബസ്, ആ ഉസ്താദ് പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല അറിയുന്ന ഉസ്താദാണെങ്കിൽ ഉസ്താദിനെ സിലബസ് ആക്കിക്കോളും. ആ സിലബസ് വെച്ച് നിങ്ങൾ അറബി പഠിക്കണം. കാരണം നിങ്ങൾ ഈ പഠിക്കുന്ന ഇതിൻ്റെ കൂടെ അറബി പഠിക്കാൻ പറ്റൂല എന്നൊന്നുമില്ല. ഷെയ്ഖ് പിന്നെ അബ്ദുള്ള ജാറുള്ള എന്നൊരു പണ്ഡിതനുണ്ട്, ദുബായ് പിന്നെ മദീനത്തുള്ള. മക്കാരി ഉൽ മദീന അഥവാ മദീനൻ്റെ മക്ര ഉണ്ട്, അഥവാ അവിടുത്തെ ഖിറാഅത്തിൻ്റെയും ഖുർആൻ്റെ ഒക്കെ മെയിൻ സ്ഥലമാണ്. അവിടെയാണ് ഹറമീങ്ങളിലെ ഇമാമിങ്ങൾ വന്നിട്ട് എന്താക്കൽ, തസ്ജീൽ ചെയ്യൽ, ഖിറാഅത്ത് തസ്ജീൽ ചെയ്യല്ലോ. ഇവരുടെയൊക്കെ റെക്കോർഡിങ്സ് വരുന്നില്ലേ, അത് ചെയ്യുന്ന സ്ഥലം ഈ മക്രത്തുൽ മദീനയാണ്. അവിടെ ഇപ്പോൾ ഷെയ്ഖ് യാസിർ ദോസരി ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഷെയ്ഖ് പിന്നെ അബ്ദുള്ള ബൈജാൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം തെറ്റ് തിരുത്തി കൊടുക്കുന്ന ആളാണ് ആര്, അബ്ദുള്ള ജാറുള്ള. ഷെയ്ഖ് അബ്ദുള്ള ജാറുള്ള മദീനത്ത് ഉണ്ടാവും. പിന്നെ ദർസുകളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂപ്പര് ഡോക്ടറാണ്, നിങ്ങളെ മാതിരത്തെ MBBS ഡോക്ടറാണ്. അതിൽ മൂപ്പർക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. അതോടൊപ്പം മൂപ്പര് ഖിറാഅത്തിലും ഡോക്ടറേറ്റ് ഉണ്ട്. മൂപ്പര് അറബിയാണ്, അത് ഒന്നാമത്തെ മൂപ്പർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ മൂപ്പര് പണിയെടുത്തിട്ട് എന്താക്കി, ഇപ്പൊ അറബിയായ എല്ലാവർക്കും ഖിറാഅത്തിൽ ഡോക്ടറേറ്റ് ഉണ്ടോ, ഇല്ല. പക്ഷെ മൂപ്പര് അതോടൊപ്പം ഇതെന്താക്കി പഠിച്ച് രണ്ടിലും ഡോക്ടറേറ്റ് ഉള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇത് പഠിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് നമുക്ക് അറബി അറിയില്ല, പറ്റൂല. അതിന് അറബി പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് അല്ലാഹ് എളുപ്പമാക്കട്ടെ. അല്ലാഹ് നമുക്ക് എല്ലാവർക്കും പഠിക്കാനും അമൽ ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അതിനൊരു സംവിധാനം ഉണ്ടാക്കി അറബി പഠിച്ച് പിന്നെ ചെറിയ ആദ്യം പഠിച്ചു തുടങ്ങിയാൽ ചെറിയ വിഷയങ്ങൾ തുടങ്ങി, പിന്നെ അറബി പിന്നെ സംസാരമായി, പിന്നെ നമുക്ക് കിതാബുകൾ പഠിക്കാനുള്ള അവസരങ്ങളാവും. വലിയൊരു വാതിലേക്ക് തുറന്നു കിട്ടുക. അപ്പം അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമുക്ക് വലിയൊരു ഫത്ഹായിരിക്കും ഇൽമിൻ്റെ മാർഗ്ഗത്തിൽ. അത് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് പഠിക്കാനും പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനും അല്ലാഹു നമുക്ക് അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുപോലുള്ള ദൗറകൾ സംഘടിപ്പിക്കപ്പെടണം, ഇങ്ങനത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം, പഠിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം ഉണ്ടാവണം. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ ഇഖ്ലാസോട് കൂടിയുള്ള ആക്കി തരട്ടെ. നമ്മൾ ചെയ്യുന്ന അമല് പോറലുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹു തആല നികത്തി പരിപൂർണമായ അമലായി സ്വീകരിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.